നേടും എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ നേടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ദൈവമാമയ്ക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കു അവൻ ശോഭ നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കു അവൻ ശോഭ നൽകുന്നു. പത്മോസ്ഫീരിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല. പത്മോസ്ഫീരിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല. സ്വർഗം തുറന്നെന്റെ പ്രിയൻ വന്നിടും. മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ.
എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. നമുക്ക് തലകളെ വണക്കാം. കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കാം. കർത്താവേ, ഈ നല്ല ദിവസം തിരുസന്നിധിയിൽ എൻ്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ തിരുസന്നിധിയെ സമർപ്പിക്കുവാനും, നിൻ്റെ കൃപകളെക്കുറിച്ച് ധ്യാനിപ്പാനും, നിൻ്റെ വചനങ്ങളെ പഠിക്കുവാനും, അതുമൂലം ഞങ്ങളുടെ ഹൃദയവയലുകളിൽ പ്രകാശം പരക്കുവാനും ആത്മീയ സന്തോഷത്തിലാകുവാനും വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, വന്നിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശുമ്പുരാനെ, നിന്റെ കരുണാപ്രവാഹം ഇവരിൽ മേൽ നീ ചൊരിയണമേ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, പാപികളും ബലഹീനമായ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വന്നു നിൽക്കുമ്പോൾ യാതൊരു യോഗ്യതയോ അർഹതയോ ഇല്ലാതെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയും. ആയതുകൊണ്ട് ഞങ്ങളെ നിന്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും അത് ആചരിക്കുവാനുമുള്ള വിശുദ്ധിയും ശക്തിയും നൽകണമേ എന്നിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഈ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ട് ശാന്തമായി കർത്താവിൻ്റെ ഓരോ മുറിവുകളെയും നമുക്ക് ധ്യാനിക്കാം. കർത്താവ് ഈ സ്ഥലത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ കൂടിവരവ് മൂലം ഈ സ്ഥലവും ഈ ദേശവും ഈ പ്രസ്ഥാനം ഇവിടെ വന്നുകൂടിയിരിക്കുന്നവരും ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളെ ആകുലതകളെയും വ്യാധികളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആപത്ത് വേളകളിലും പ്രയാസങ്ങളുടെ നടുവിലും തളർന്നു പോകാതെ കരം പിടിച്ച് നിർത്തുന്ന നിന്റെ കൈകളിലേക്ക് ഞങ്ങളുടെ കൈകൾ നീട്ടിത്തരുന്നു. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന നിന്റെ ശക്തിയേറിയ കരം ഞങ്ങളെ വലിച്ചെടുത്ത് രക്ഷിക്കുമാറാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വഴിതെറ്റി പോകാതെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്ത് ഞങ്ങൾക്ക് അവർ ഒരു വ്യസനകാരണമായി തീരാതെ, അവരുടെ വിളക്ക് കൂരിട്ടിൽ കെട്ടുപോകാതെ, മാതാപിതാക്കളുടെ കീഴിൽ അനുസരണപ്പെട്ട് ജീവിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തുവാൻ നിന്റെ ദിവ്യപ്രകാശം അവരിൽ മേൽ ഞങ്ങൾ മേൽ നീ ചൊരിയണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ തീർത്തും അയോഗ്യരായ ദാസരാകുന്നുവല്ലോ. നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങുവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ നിന്റെ സന്നിധിയിലേക്ക് തരുന്നു. ഞങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങൾ ഞങ്ങളെ അതിലേക്ക് വലിച്ചടിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെടാതെ നിന്റെ സന്നിധിയിലേക്ക് നോക്കി ജീവിക്കുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ. ആരോടും പറയുവാൻ സാധിക്കാതെ ഞങ്ങൾ വ്യസനിക്കുന്ന പല വേദനകളുമുണ്ട്. ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ, ഞങ്ങളുടെ ആകുല നിമിഷങ്ങളിൽ
ഞങ്ങൾക്ക് വേണ്ടി രാത്രി തനിയെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചവനായ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ആശ്വാസം പ്രാപിപ്പാൻ ഞങ്ങൾ നിന്നിൽ ആശ്വസിക്കുന്ന പോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വരുമ്പോൾ നീ ഞങ്ങളിലും ആശ്വാസം കണ്ടെത്തുമല്ലോ. കർത്താവെ, വേദനപ്പെടുന്ന ഹൃദയങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ ഇരിക്കുന്നവരിൽ മറ്റാരോടും പറയുവാൻ സാധിക്കാതെ മനോഭാരത്താൽ വ്യസനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ രോഗങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങൾ, വീണുപോയ സാഹചര്യങ്ങൾ, ഇവയെല്ലാം കർത്താവെ നിന്റെ ബലമുള്ള കരം ഇവർക്ക് മധ്യസ്ഥം വഹിക്കണമേ. ആശ്വാസദായകനായി നീ ഇവരോട് കൂടിയിരിക്കണമേ. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നവനായ കർത്താവ്, ഞങ്ങളുടെ ഹൃദയോളങ്ങളിൽ വന്നുപോയിരിക്കുന്ന എല്ലാ ബലഹീനതകളെയും കുറവുകളെയും ഓളങ്ങളെയും എല്ലാം ശാസിച്ചമർത്തി പരിശുദ്ധ മാമോദീസയിൽ പുരോഹിതൻ കൽപ്പിക്കുന്നത് പോലെ കർത്താവെ, നീ സാത്താനോട് കൽപ്പിക്കണമേ, ഇത് ദൈവ സൃഷ്ടിയാവുന്നു, മത്സരിക്കരുത്. കർത്താവെ, നിന്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. അതാദേവി വിവിധ രോഗത്താലും പ്രയാസത്താലും വലയുന്ന എല്ലാവരെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് രോഗത്തിലൂടെയും പ്രയാസത്തിലൂടെയും വരുന്ന കൃപകൾ കൊടുത്ത് അവയെ സൗഖ്യമാക്കിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പാപം കാരണമായോ ഞങ്ങളുടെ തിന്മപ്രവൃത്തികൾ കാരണമായോ ഞങ്ങൾക്ക് ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാൽവറിയിലെ പരമയാഗത്താൽ അവയെല്ലാം നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ രോഗങ്ങളെയും വേദനകളെയും ദൂരീകരിച്ച് തരണമേ. കർത്താവേ, നീ ഞങ്ങളിൽ ഒന്ന് ആശ്വസിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസം തരുന്നവനായി നീ ഞങ്ങളിൽ ആശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്ത് വന്ന് ഇരുന്ന് തരണമല്ലോ. ഇപ്പോൾ ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുവാനും ഇരുന്ന് തരുവാനും വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് വൈദ്യശ്രേഷ്ഠ തിരുസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിവിധ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. മഹാപുരോഹിതനായ നീ ഞങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവെ, ബലഹീനതകളിൽ വീണുപോകാതെ എൻ്റെ സഭയിലെ പുരോഹിതന്മാരെ നീ വിളിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ബലഹീനത ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ. നിന്റെ വചനത്തിൽ വേരൂന്നി ജീവിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും എല്ലാത്തിലും ഉപരിയായിട്ട് നിന്നോട് ചേർന്നിരിക്കുവാനുമുള്ള ആ വാഞ്ച ഞങ്ങളിൽ പരിശുദ്ധാത്മ മുഖാന്തരം നീ ജനിപ്പിക്കണമേ. അങ്ങനെ ബലഹീനരായ ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവ് അതിവാഞ്ചയോടുകൂടി ആഗ്രഹത്തോടുകൂടി ബലിപീഠത്തിന്മേലും അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും ഞങ്ങളിൽ മേലും വിശ്വാസമുള്ള എല്ലാവരും മേലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. വിശ്വാസികളായി ഒന്നുകൂടിയിരിക്കുന്നവരെയും സഭയിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, മാനസിക രോഗത്താൽ വേദനിക്കുന്നവരെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അപകടത്തിൽപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അകാലത്തിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി വേദനിക്കുന്ന മാതാപിതാക്കളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അവരുടെ വേദനയോടുകൂടി പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യത്താൽ അവരെ നീ ബലപ്പെടുത്തണമേ. ജഡീകമായ മ്ലേച്ഛതയിൽ കഴിയുന്ന യുവാക്കൾക്ക് വേണ്ടി യുവതികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ ശക്തി ഇറങ്ങാതെ അവരെ തിരിച്ചു വിളിക്കുവാൻ സാധ്യമല്ലല്ലോ. ദൈവമേ, നീ നോക്കണമേ. പിശാചിന്റെ മക്കളെ ദുരിതപ്പെടുത്തി മ്ലേച്ഛതയുടെ നുഖത്തിൻ കീഴിൽ അടിമപ്പെടുത്തുവാൻ നീ അവനെ വിട്ടുകൊടുക്കാതെ വണ്ണം അവരെല്ലാം മാനസാന്തരത്തിലേക്ക് തിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ വെടിയുവാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും അവരിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണമല്ലോ. ലോകത്തോടുള്ള
ഞങ്ങളുടെ എല്ലാ ആവേശത്തെ കുറച്ച് തരണമേ. ഇപ്പോൾ ദൈവമാർത്താവെ, ഞങ്ങൾ നടത്തുന്ന ഈ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണം. അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരുന്ന നീയേ, അനുദിനം നിൻ പാദങ്ങളിലേ അടിയാനു നിൻ കൃപാമതിയേ, അനുദിനം നിൻ പാദങ്ങളിലേ അടിയാനു നിൻ കൃപാമതിയേ. കാൽപാദത്തിലേക്ക് സർവ്വം സമർപ്പിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാകണമേ. കാലാവസ്ഥ പ്രതികൂലമായിരിക്കുമ്പോഴും നിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ദാഹത്തോടെ വന്നിരിക്കുന്നു ഇതിൽ ജനത്തെ ഇപ്പോൾ കടാക്ഷിച്ച് ഓരോരുത്തരുടെ മേലും നിന്റെ കരങ്ങൾ സ്പർശിക്കണമേ. നിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യുവാൻ ഇടവരരുത്. അതാ ദൈവമേ, ഈ വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധി ആരാകുന്നു അവൻ ഞങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടേയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഞങ്ങളിപ്പോഴെല്ലായ്പ്പോഴും നീ സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ലഭിച്ചിരിക്കുന്ന അതിമനോഹരമായ ഈ ദിവസത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, നമ്മൾ 2 സെഷൻസായിട്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത് 2 രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം, ഒന്ന് നമുക്ക് വേദപുസ്തകത്തെ പറ്റിയുള്ള നല്ലൊരു ദൈവിക ജ്ഞാനം വളർന്നു വരുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. സുവിശേഷങ്ങളും റോമർക്കെഴുതിയ ലേഖനങ്ങളും ഒരുപോലെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം, സുവിശേഷങ്ങളിൽ കൂടി നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം നമ്മൾ പ്രത്യേകം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ പൗലോസ്ലീഹ അപ്പോസ്തലന്മാരുമാണ് കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് എന്നുള്ളതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ തീവ്രത അറിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോട് അങ്ങോട്ട് നമുക്ക് സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കൂട്ടത്തിലൊരു കാര്യം പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് കർത്താവിന് നമ്മളിലൊരാശ്വാസമുണ്ട്. നമ്മൾ കർത്താവിനെ ആശ്വാസം കൊടുക്കുന്നു എന്നർത്ഥം. എപ്പോഴും തമ്പുരാനിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നു, ആശ്വാസദായകനാണെന്ന് നമ്മൾ പാട്ടൊക്കെ പാടുന്നു. പക്ഷേ ഹാവ് യു എവർ നോട്ടീസ് ദാറ്റ് ജീസസ് വാണ്ട് ടു ഹാവ് റിലീഫ് ഇൻ അസ്? അതായത് പടകിൽ കർത്താവ് സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു. കാറ്റും കോളമൊക്കെ വന്നു, പടക് കിടന്നൊലിഞ്ഞു. പക്ഷേ ആ പടകിൽ കർത്താവ് സമാധാനത്തോടെ വിശ്രമിക്കുകയായിരുന്നു. നമ്മുടെ ഹൃദയവേലിൽ യേശുവിനൊരു വിശ്രമ സ്ഥലമുണ്ട്. വിശ്രമസ്ഥാനം നമ്മൾ കൊടുക്കണം. കർത്താവ് നമ്മളിൽ വന്ന് ആശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതന്മാരുടെ തലയിൽ കൈവച്ചുള്ള പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട്. ഇങ്ങനെയാണ്: ഞാൻ നിന്നിൽ ആശ്വസിപ്പാൻ ഇടവരട്ടെ എന്ന് കർത്താവ് പറയുന്നതായിട്ട്. അതായത് പുരോഹിതന്മാർക്ക് ഹുസ കൊടുക്കുമ്പോൾ അവൻ നിന്നിൽ ആശ്വസിക്കുകയും നീ അവനിൽ ആശ്വസിക്കുകയും ചെയ്യുവാനിടയായിട്ട് ഈ 2 പ്രോസസ്സിങ്ങും ഉണ്ട്. കർത്താവ് കന്യാമറിയാമിന്റെ ഗർഭപാത്രത്തിൽ ആശ്വാസത്തോടെ കിടന്നു. ഖബറിൽ 3 ദിവസം അവൻ ആശ്വാസത്തോടെ ഉറങ്ങി. നിദ്ര പ്രാപിച്ചവനെ പോലെ ഖബറിൽ കിടന്നു എന്ന് നമ്മൾ പാടുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ
ഒരു ഗർഭപാത്രവും ഒരു കബറും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അതായത് കർത്താവിന് ആശ്വാസം കണ്ടെത്തുവാൻ ഒരിടമായിട്ട് ഒരു ഗർഭപാത്രം, അതായത് വചനത്തെ ഗ്രഹിക്കുവാൻ ഒരു ഗർഭപാത്രം. വചനത്തെ ഗ്രഹിക്കുമ്പോൾ നമ്മൾ കർത്താവിന് ആശ്വാസം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. വചനം നിങ്ങൾ കേൾക്കുകയാണ്, ഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മറിയാം ഉദരെ കൈക്കൊണ്ടു. നമ്മളങ്ങനെ ഒരു പാട്ട് പാടും അല്ലേ? നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ടാൾ ഉദരെ. അച്ഛനൊരു മൈക്കെടുത്ത് കൈ വെച്ചു. ചിലപ്പോൾ ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വചനമോ വായിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നിലം കൈക്കൊണ്ടാൽ മറിയാം ഉദരെ. ആ നല്ല നിലത്ത് കൈക്കൊണ്ടത് എന്താണ്? വചനമാണ്. വചനം കൈക്കൊണ്ടപ്പോൾ കർത്താവ് അവിടെ വന്ന് ആശ്വസിച്ചു. അതുപോലെ കർത്താവ് ആശ്വസിച്ച മറ്റൊരു സ്ഥലമാണ് കർത്താവിൻ്റെ കബർ. ശിഷ്യന്മാരുടെ യാത്രയിൽ കടലിൽ ഓളങ്ങൾ വന്നപ്പോൾ അവിടെയും കർത്താവ് ആശ്വസിക്കുകയായിരുന്നു. നമുക്കായിരുന്നു ആകെപ്പാടെ വെപ്രാളം. കർത്താവിടെ ആശ്വാസം കൊടുത്താൽ, അല്ലെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ഉള്ളിൽ ഒരിടം കൊടുത്ത് അവനെ ആശ്വസിപ്പിച്ചാൽ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ എന്തെങ്കിലും കർത്താവിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? കർത്താവെ എനിക്ക് എൻ്റെ അടുത്തിരുന്നോ, കുറച്ചു നേരം വിശ്രമിച്ചോ എന്ന് നിങ്ങൾ എപ്പോഴേലും പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് ആശ്വാസം കിട്ടും. കാരണം ഹയർ ബോഡി കർത്താവ്. കർത്താവിന് ആശ്വാസം കൊടുക്കുമ്പോൾ ബൈ ഡീഫോൾട്ട് ആശ്വാസം ഇങ്ങോട്ട് വരും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആമുഖമായി എത്രയും പറഞ്ഞത്, ഇങ്ങനെയുള്ള ആശ്വാസം ഘട്ടത്തിന് വേണ്ടി നമ്മൾ കടന്നുകൂടിയിരിക്കുമ്പോൾ വചനത്തെ നമ്മുടെ ഉള്ളിലാക്കുവാൻ വേണ്ടി വചനത്തെ പഠിക്കണം. റോമർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ കർത്താവ് എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി കർത്താവിനോട് ഇഷ്ടം അങ്ങോട്ട് വർദ്ധിക്കും. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് ദൈവം ഇങ്ങോട്ട് സ്നേഹിക്കുന്ന കാര്യമാണ്. അങ്ങോട്ടെങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? കർത്താവ് എന്ന് കേൾക്കുമ്പോൾ, യേശു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആവേശവും ഒരു സ്നേഹവും നിറഞ്ഞ് കവിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നും ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കത്തില്ല. സ്നേഹം വർദ്ധിച്ചു വരികയും വേണം, വിശ്വാസത്തിൽ വളരുകയും വേണം. അപ്പോൾ ആ സാന്നിധ്യബോധത്തിലും സ്നേഹത്തിലും വളർന്നു വരുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് വചനത്തെ പഠിക്കുക, ഗ്രഹിക്കുക എന്നുള്ളത്. വചനം പഠിക്കണം. പ്രബോധനത്തിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ വചനം പഠിച്ചെങ്കിലേ വിശ്വാസത്തിൽ നമുക്ക് വളർന്ന് വർദ്ധിച്ചു വരുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുവാൻ പോകുന്നത്, ഒരാഴ്ച നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരാഴ്ച നമ്മൾ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മത്തായിയുടെ സുവിശേഷം തുടങ്ങിയത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം നമുക്ക് കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സുവിശേഷത്തെ ധ്യാനിക്കുവാനും പഠിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവിൻ്റെ സുവിശേഷമാണ്, അതായത് ഏവൻഗേലിയോൻ അല്ലേ? നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ ഈ ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ എന്തുമാത്രം ആർഭാടത്തോടെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യത്തിൽ പഴയ നിയമ വായന താഴെ വായിക്കുന്നതും ശ്ലീഹ വായന ഇരുവശങ്ങളിൽ വായിക്കുന്നതും ഇതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. ഏതിനു വേണ്ടിയുള്ള ഒരുക്കം? ഏവൻഗേലിയോന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏവൻഗേലിയോൻ വരുമ്പോൾ മണിയൊക്കെ അടിച്ച് മറുവാസയെ കിടക്കി ആഘോഷമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് എന്താണ് വായിക്കാൻ പോകുന്നതെന്ന് ശുശ്രൂഷക്കാരൻ നിങ്ങളെ പ്രബോധിപ്പിച്ച് നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തു കൊടുക്കണം. അപ്പോൾ വായിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വിശുദ്ധ ഏവൻഗേലിയോനാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. വെറും വചനമല്ല, ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും പുരോഹിതൻ മറ്റ് സമാധാന സന്ദേശങ്ങളും അതുപോലെ തന്നെ എവിടെ നിന്നാണ് വായിക്കുന്നത്, ആരാണ് ഈ വചനം, പരിശുദ്ധ കന്യാമറിയാമ ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ജീവനുള്ള വചനം ശുശ്രൂഷക്കാരെ പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ എലാബറേറ്റൊക്കെ ചെയ്ത് പറഞ്ഞ് ശരിക്കും നമ്മളെ ആ ഒരു തലത്തിലേക്ക് ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഏവൻഗേലിയോൻ വായിക്കും. അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ അതിനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ട ടിജോച്ചൻ ഒരു മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ബർഖുമോർ, തലമുറകളായി ഞങ്ങളുടെ സങ്കേതമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
തമ്പുരാന്റെ തിരുവചനങ്ങളെ വായിക്കുവാനും ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് ഈ ദേവാലയത്തിൽ വന്നു ചേർന്നിരിക്കുമ്പോൾ തിരുവചനത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ ന്യായപ്രമാണത്തെ ഞങ്ങൾ കാംക്ഷ വെച്ച് എൻ്റെ ജീവൻ്റെ സുവിശേഷത്തെ ഞങ്ങൾ പഠിക്കുവാൻ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ. ഞങ്ങൾക്ക് മറവായിരിക്കുന്ന തിരുവചനത്തിൻ്റെ രഹസ്യ മർമ്മങ്ങളെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ, ആഴമേറിയ രഹസ്യങ്ങളെ തിരിച്ചറിയുമ്പോൾ അവയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. തമ്പുരാന്റെ തിരുവചനത്തിന് ചേരാത്തത് ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ഉരുവാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെ ഒരു ഗർഭപാത്രമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവിൻ്റെ കല്ലറ പോലെ അവിടുന്ന് ആശ്വാസം കണ്ടെത്തിയ, അവിടുന്ന് ആശ്വാസം സമ്മാനിച്ച കല്ലറയെ പോലെ ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരം തന്നെ നിനക്ക് വസിക്കുവാനുള്ള ആലയമായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം നിന്റെ സന്നിധിയിലിരിക്കുന്നു. ഞങ്ങൾക്കേറെ അനുഭവവേദ്യമുള്ള അനുഭവ പാഠങ്ങളെ ഉൾക്കൊള്ളുന്ന ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എന്നാളും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ഇതിന് മുമ്പിലൊരു ബോർഡൊക്കെ ഉണ്ട് ഇന്ന്. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ നോട്ട്ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് നമുക്കത് വീണ്ടും നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. നിങ്ങളിതൊരു ബുക്കിൽ എഴുതിയിടണം. റോമർക്ക് എഴുതിയ ലേഖനവും മത്തായിയുടെ സുവിശേഷവും 2 സെഷനായിട്ട് എഴുതിയിടണം. ഒന്നുകിൽ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു വശത്ത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ കാര്യങ്ങളും മറുവശത്ത് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനങ്ങളുമായിട്ട് എഴുതുകയോ അല്ലെങ്കിൽ 2 ബുക്ക് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പഠിക്കാൻ താല്പര്യമുള്ളവർ അതെല്ലാം ചെയ്യണം. മത്തായി ശ്ലീഹ സുവിശേഷം എഴുതിയത് വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. 4 സുവിശേഷങ്ങളാണ് നമുക്കുള്ളത്. എന്നാൽ 5ാമതൊരു സുവിശേഷം കൂടെ ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഗോസ്പൽ ഓഫ് സെയിന്റ് മേരി എന്നൊക്കെ ആയിരിക്കും വന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്നാൽ അതല്ലാതൊരു സുവിശേഷമുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ഈ മത്തായി എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. 4 സുവിശേഷങ്ങളെ പറ്റി പറയുന്ന ഇപ്രകാരമാണ്. സെയിന്റ് മാത്യു wanted to tell what Jesus said. അതായത് മത്തായി എന്ന് പറയുമ്പോൾ സെയിന്റ് ഇപ്പുറത്തുണ്ട് കേട്ടോ. സെയിന്റ് മാത്യു എന്നാണ്. ശുദ്ധ മത്തായി എന്നൊക്കെ പറയണം. വേഗത്തിൽ അറിയാറങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ശുദ്ധ മത്തായിയുടെ സുവിശേഷം മത്തായി ഉദ്ദേശിക്കുന്നത് കർത്താവ് എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. സെയിന്റ് മാത്യു ഓൾവേസ് വാണ്ടഡ് ടു എക്സ്പ്രസ് വാട്ട് ജീസസ് ടോൾഡ്. മാർക്കിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു തോന്നൽ എങ്ങനെയാണെന്നറിയാം. നമുക്ക് ഈ പടാന്ന് ഇത് വേഗം ഓരോ ഇൻസിഡന്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വളരെ വേഗമാണ്. നിങ്ങൾ 1ാമത്തെ അധ്യായത്തിൽ തന്നെ എത്ര ഇൻസിഡന്റ് ഉണ്ടെന്നറിയാം. 2ാമത്തെ അധ്യായത്തിൽ പിന്നെയും ഇൻസിഡൻസ് ഓരോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഓരോ ഖണ്ഡികയിൽ ഇതിങ്ങനെ പറഞ്ഞു വേഗം പോവുകയാണ്. ശതാബ്ദി എക്സ്പ്രസ് പോകുന്ന പോലെ പോവുകയാണ്. മർക്കോസിന് എവിടെയോ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് പിന്നെ മർക്കോസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഈ ചില പഴയ കാലത്തെ ഇന്ത്യൻ റെയിൽവേക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വലിയ കാര്യത്തിൽ കയറും, തിരുവനന്തപുരത്ത് നിന്ന് കയറും, എറണാകുളത്ത് പോകാനും 2.5 മണിക്കൂർ കൊണ്ട് പർവ്വത്തിയില്ല. പിന്നെ അവിടെ നിന്ന് എറണാകുളത്ത് ചെല്ലണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. വേണേൽ നടന്നു പോകാം ട്രെയിനിലൂടെ. അതുപോലെ അത് പോകുന്നത് എന്ന് പറയുന്ന പോലെ ഈ മർക്കോസ് എഴുതിയിരിക്കുന്നു. മർക്കോസ് ഒരു 12-13 അധ്യായം വരെ ഇങ്ങനെ ഇൻസിഡൻസിൻ്റെ ഇങ്ങനെ അയ്യരി കളിയാണ്. പെട്ടെന്ന് നിർത്തിയിട്ട് കർത്താവിൻ്റെ പാഷനിലേക്ക് പ്രവേശിക്കും. പിന്നെ പതിയെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ സെയിന്റ് മാത്യു എന്നോട് എഴുതിയാണ്. സെയിന്റ് മാത്യു എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? വാട്ട് ജീസസ് ടോൾഡ് എന്നുള്ളതാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? സെയിന്റ് മാർക്ക് ഉദ്ദേശിച്ചിരുന്നത് എന്താണ് കർത്താവ് ചെയ്തത് എന്നുള്ളതാണ്. ഡിഡ്, വാട്ട് ജീസസ് ഡിഡ്. ഇനി ലൂക്കോസ്
ലൂക്കോസ് ആരായിരുന്നു എന്നറിയാമോ? ഒരു വൈദ്യനായിരുന്നു അല്ലേ, ഫിസിഷ്യനായിരുന്നു. ഇപ്പൊ ലൂക്കോസിനെ പറ്റി പറയുന്നത് സെയിന്റ് ലൂക്ക് ഓൾവേസ്, അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, കർത്താവിൻ്റെ ഒരു ഹീലിംഗ് മിനിസ്ട്രിയാണ് ലൂക്കോസ് ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത്. കാരണം ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് ഹീലിംഗ് മിനിസ്ട്രി എങ്ങനെയായിരുന്നു എന്ന് ലൂക്കോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ലൂക്കോസ് വാണ്ടഡ് ടു സ്പെസിഫൈ, കോൺസെൻട്രേറ്റ് ഓൺ ദ ബിഹേവിയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നാണ് ലൂക്കോസ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ സെയിന്റ് ജോണോ പറയാമോ? സെയിന്റ് ജോൺ വാണ്ടഡ് ടു കോൺസെൻട്രേറ്റ് ഓർ സ്പെസിഫൈ. പറയാം, ആർക്കെങ്കിലും പറയാമോ? ഏതാണ്? വചനം എന്നുള്ളതല്ല, ഇതുപോലെ പറയാം. സെയിന്റ് മാത്യു wanted to specify what Jesus told. Saint Mark wanted to specify what Jesus did. Luke specified the behavioral manners of Jesus Christ, where John wanted to specify who Jesus was. അവൻ സത്യമായി ദൈവപുത്രനാകുന്നു എന്ന് വിശ്വസിക്കേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് 20-ാം അധ്യായത്തിലുണ്ട്. 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. അപ്പോൾ ഹൂ ജീസസ് വാസ്, ഇതാണ് ഈ 4 ഗോസ്പലിന്റെ ബേസിക് കാര്യം. ഇതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിപാടിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം എന്ന് വായിക്കണം. 4-ാം അധ്യായം 7-ാം വാക്യം, വെളിപാട്. ആരെങ്കിലും പെട്ടെന്ന് വായിച്ചു? വെളിപാടിന്റെ പുസ്തകം എഴുതിയല്ലേ? ഒന്നാം ജീവി സിംഹാസനത്തിൽ നിന്നാണോ? ഇങ്ങനെ വായിച്ചാൽ എങ്ങനെയാണ്? ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം. രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം. മൂന്നാം ജീവി മനുഷ്യനെ പോലെ. ഒരു ജീവിയാണ്, മനുഷ്യനെ പോലെ. നാലാം ജീവി കഴുകൻ. ഇങ്ങനെ 4 ഇത് പക്ഷിയാണ്, 4 ജീവി എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുകയാണ്. 4 ജീവികളെ പറ്റി അവിടെ പറയുന്നുണ്ട്. പിതാക്കന്മാർ ഈ 4 ജീവികളെയും 4 ഗോസ്പലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. 4 ജീവികളെ എന്തുമായിട്ടാണ്? 4 ഗോസ്പലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാം ജീവി സിംഹമാണ് എങ്കിൽ ഈ സിംഹത്തോട് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഗോസ്പലാണെന്ന് വെറുതെ ഗസ് ചെയ്യാമോ? മത്തായി എന്ന് പറയണ്ട, ആദ്യത്തെ അനുസരിച്ച് ആദ്യം എഴുതിയ ഗോസ്പൽ ഏതാണോ അതാണ്. ആദ്യം ഏത് ഗോസ്പലാണ് എഴുതിയെന്നറിയാമോ? ആദ്യം ഏത് ഗോസ്പലായിരിക്കും? മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത്. മനസ്സിലായി? AD 60കളിലോടുകൂടി മർക്കോസിന്റെ സുവിശേഷം എഴുതി. അപ്പോൾ മാർക്ക് സിംഹത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? മരുഭൂമി വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാണ്. ഇതൊരു ഗർജന സ്വഭാവമുള്ള, അല്ലെങ്കിൽ വളരെ സ്പീഡുള്ള, വളരെ ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ആനിമലാണ് സിംഹം എന്ന് പറയുന്നത്, അല്ലേ? ശിംശോൻ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് ഒരു സിംഹം അവനെ ആക്രമിച്ചു, ബാലസിംഹം. ഇതിൻ്റെ അറ്റാക്ക് പെട്ടെന്ന്. അവിടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. അറ്റാക്ക് വളരെ ക്യുക്കാണ്. സിംഹത്തിൻ്റെ അറ്റാക്ക് ക്യുക്കാണ്. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലേ? പറക്കും ഇത് പറഞ്ഞാൽ ജമ്പ് ചെയ്ത് മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ വീഴുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു സിംഹത്തിന് ആനയെ ഇങ്ങനെ തോൽപ്പിക്കാൻ പറ്റും. സിംഹത്തിൻ്റെ 4 ഇരട്ടി സൈസ് ഉണ്ട് ഒരു ആനയ്ക്ക്. പക്ഷേ ആനയെ സിംഹം തോൽപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? പറന്ന് അറ്റാക്ക് ചെയ്ത കാര്യം. അപ്പോൾ പെട്ടെന്ന് അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം? ശിംശോനാണ്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. പെട്ടെന്ന് സിംഹം ആക്രമിക്കുമ്പോൾ പെട്ടെന്ന്. അപ്പോൾ സിംഹത്തിനേക്കാളിൽ വേഗതയുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ്. ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സിംഹത്തിനെ ഉപമിച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തോടാണ്. ഈ കാളയെ ഉപമിച്ചിരിക്കുന്നത് ഇതിനോടാണെന്നറിയാമോ? കാളയെ ഉപമിച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തോടാണ്. ലുക്ക്. കാരണം എന്താണെന്നറിയാമോ? കാള പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മൃഗമാണെന്ന് പറയാമോ?
സാക്രിഫിഷ്യൽ ആനിമലാണ്, ബലിമൃഗമാണ് കാള. അപ്പോൾ ലൂക്കോസ് കർത്താവിൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പുരോഹിതൻ്റെ ബിഹേവിയറൽ മാനറിസം എങ്ങനെയാണെന്ന് വ്യക്തമാക്കി തന്ന സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ഒരു സാക്രിഫിഷ്യൽ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ഈ കാളയോടെ പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞാൽ സെയിന്റ് മാത്യു വാണ്ടഡ് ടു സ്പെസിഫൈ വാട്ട് ജീസസ് ടോൾഡ്. മനുഷ്യനെ പോലെ, മനുഷ്യൻ്റെ കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് കൂടുതൽ പ്രസംഗരൂപേണയും പ്രബോധനത്തിൽ കൂടിയും പറഞ്ഞു പഠിപ്പിച്ചത് കർത്താവാണ്. അല്ല, ഗിരി പ്രഭാഷണങ്ങൾ മുതലായവയിലെല്ലാം കർത്താവ് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ പോലെ എന്ന് പറയുന്നതിനെ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് സെയിന്റ് മാത്യുവിനോടാണ്. സെയിന്റ് മാത്യു, MTT എന്നാണ് മാത്യു എന്നെഴുതുന്നതിൻ്റെ ഷോർട്ട് ഫോം കേട്ടോ, MTT. ഇനി നാലാമത്തേത് കഴുകൻ. നിങ്ങൾക്കറിയാം, ഓഫ് കോഴ്സ്. ഏതായിരിക്കും കഴുകൻ? പറയൂ. സെയിന്റ് ജോണാണ് കഴുകൻ. എന്തുകൊണ്ടായിരിക്കാം ജോണിനെ കഴുകൻ എന്ന ജീവിയോട് ഉപമിക്കുവാൻ കാര്യം? അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? കഴുകന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഉപദ്യാന ദിവസത്തിലെ കാര്യമുണ്ട്. നീ ഉയരത്തിൽ പോയി കഴുകനെ പോലെ ഉയരത്തിൽ പറഞ്ഞാലും കൂട് വെച്ചാലും ഞാൻ നിന്നെ അവിടെ നിന്ന് വലിച്ചു താഴെയിടുമെന്ന് പറയും. എന്താണ് കഴുകന്റെ പ്രത്യേകത? ഏറ്റവും ഉയരത്തിൽ പറക്കും, പക്ഷേ താഴെ കിടക്കുന്ന പൊടിക്കുഞ്ഞിനെ പോലും അത് കാണും. ഭയങ്കര പവറാണ്. കോഴിക്കുഞ്ഞുങ്ങളെ ഇത്രയേ ഉള്ളൂ, അവൻ പറക്കുന്ന കിലോമീറ്ററുകൾക്ക് മുകളിലാണ്. നമ്മുടെയൊക്കെ കാഴ്ചക്കൊക്കെ ഒത്തിരി അപ്പുറമാണ് കഴുകൻ്റെ കാഴ്ചശക്തി. അതുപോലെ നമ്മളെക്കാൾ കേൾക്കുവാനും മണക്കുവാനും കൂടുതൽ ശക്തിയുള്ള ഒരു ജന്തുവാണ്. പറയും, ഏതാണ് പറ. അല്ല, കഴുകനല്ല, വേറെ ജന്തുവിൻ്റെ പേര് ഞാൻ ചോദിച്ചത്, വെറുതെ രസത്തിന് വേണ്ടി ചോദിച്ചതാണ്. കേൾക്കുവാനും മണക്കുവാനും മനുഷ്യന്റെ ശക്തിയെക്കാളിലൊക്കെ ഒരുപാട് അപ്പുറമാണ്. പാമ്പ് അല്ല, പട്ടി അതൊന്നല്ലേ പോലീസ് ലോകം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അവനൊരു മണപ്പിച്ചാൽ, ഇപ്പം നിങ്ങളെ ഒരു പട്ടി മണത്താൽ 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിൽ നിന്ന് ആ മണം പോയില്ല. നിങ്ങളെ എവിടെ വെച്ചുണ്ടായാലും അത് തിരിച്ചറിയും. മണത്തിൽ കൂടിയാണ്. പിന്നെ കേൾവി. ഞാൻ പല വീട്ടിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പരിചയമുള്ള ആളാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ശബ്ദം 1 കിലോമീറ്റർ മുമ്പേ അതിനറിയാം. പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ 4 സുവിശേഷങ്ങളെ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഞാനൊരു 5ാമത്തെ സുവിശേഷം പറയാൻ പോവാം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 5ാമതൊരു ഗോസ്പലുണ്ടെന്ന്. ആ ഗോസ്പല് അറിയാതെയും പഠിക്കാതെയും നമ്മൾ വേറെ ഒരു ഗോസ്പലും പഠിച്ചിട്ട് കാര്യമില്ല, വേദവസം ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാദ്യം പഠിക്കണം. അത് റോമർക്ക് ലേഖനം പഠിക്കാനാണെങ്കിലും ഉൽപ്പത്തി പഠിക്കാനാണെങ്കിലും മത്തായി ശ്ലീഹായുടെയും ഏത് സുവിശേഷം പഠിക്കാനാണെങ്കിലും ഈ 5ാമത്തെ സുവിശേഷം പഠിക്കണം. ഇതിനെ 5ാമത്തെ സുവിശേഷം തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ആ 5ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 5ാമത്തെ സുവിശേഷം ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. അതറിയണം. അതറിയാതെ നിങ്ങൾ ഇനി വേദോത്സവം എങ്ങനെയൊക്കെ വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, വടക്ക് നിന്ന് ആക്രമണം വരും എന്ന് പറഞ്ഞാൽ ആരുടെ വടക്ക്, എന്ത് വടക്ക്, ആര്? യെരമ്യാവ്, യെശയ്യാവ്, എഹെസ്കേൽ, ഈ പ്രവാചകന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മക്കളെ മടങ്ങി വരണം, അല്ലെങ്കിൽ വടക്ക് ദേശത്ത് നിന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ എന്താണ് ഈ വടക്ക്, എന്താണ് ഈ തെക്ക്, കിഴക്ക് എന്താണ്? അപ്പോൾ ഈ ഭൂപ്രകൃതി അറിയുക എന്നുള്ളതിനെ 5ാമത്തെ സുവിശേഷമായിട്ടാണ് പിതാക്കന്മാർ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 5ാമത്തെ സുവിശേഷം പഠിക്കാതെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല. കാരണം മത്തായിയുടെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ 4 വരി വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മടക്കി വയ്ക്കും. കാരണം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയും ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് വായിക്കൊള്ളാത്ത കുറേ പേരുകളെല്ലാം കൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഉണ്ട്. അപ്പം അതിലൊരു വ്യത്യാസമൊക്കെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം.
മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് കർത്താവിന്റെ എത്രാം വയസ്സ് മുതലാണെന്ന് പറയാമോ? മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് കർത്താവിന്റെ എത്രാമത്തെ വയസ്സ് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയാമോ? 30-ാമത്തെ വയസ്സ് മുതലാണ് മർക്കോസിന്റെ സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത്, അല്ലേ? മാർക്ക്, ഇതിന്റെ കഥ കഴിഞ്ഞു. മാർക്ക് 30-ാമത്തെ വയസ്സ് മുതൽ. മാത്യു കർത്താവിന്റെ അല്ല, മാത്യു ആരിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് പറയേണ്ടത്. ആരിൽ നിന്നാണ് തുടങ്ങുന്നത്? മർക്കോസ് തുടങ്ങുന്നത് കർത്താവിന്റെ 30-ാമത്തെ വയസ്സ് മുതലാണ്. അത് കർത്താവിന്റെ തന്നെ 30-ാമത്തെ വയസ്സ് മുതലാണ്. മാത്യു ആരിൽ നിന്നാണ് തുടങ്ങുന്നത്? അബ്രഹാമിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? മാത്യു തുടങ്ങുന്നത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം അല്ലെങ്കിൽ ഏബ്രഹാം. ഇനി ലൂക്കോസ് തുടങ്ങുന്നത് എവിടുന്നാണ്? ലൂക്കോസ്, സെയിന്റ് ലൂക്ക് തുടങ്ങുന്നത് എവിടുന്നാണ്? ലൂക്കോസ് തുടങ്ങുന്നത് എവിടുന്നാണ്? പറയാമോ? ആർക്കും അറിയാം? കരിയാപ്പലേ? സക്രിയ പുരോഹിതന്റെ അവിടെ നിന്നാണോ ലൂക്കോസ് തുടങ്ങുന്നത്? അല്ല. തെയോഫിലോസോ? അതാരാണ്? ശ്രീമാനായ തെയോഫിലോസ്. അതൊക്കെ അപ്പോസ്തല പ്രവൃത്തികളിലല്ലേ പറയുന്നത്? അത് ലൂക്കോസിലും ഉണ്ട്. അത് ശരി. തെയോഫിലോസ് ആരാണ്? തെയോഫിലോസിൽ നിന്നാണോ തുടങ്ങുന്നത് ലൂക്കോസ്? അയ്യേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലേ? എന്നാ ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ അബ്രഹാമിനെ പുറകിലോട്ട് പോകും. അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയണം നിങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം എവിടെ ചെന്ന് നിൽക്കുന്നു? ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒരു വംശാവലി പറയുന്നുണ്ടല്ലേ? എത്ര അധ്യായത്തിലാണ് വംശാവലി പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എത്ര അധ്യായത്തിലാണ് വംശാവലി പറയുന്നത്? കണ്ടുപിടിച്ചില്ലേ ഇത്? 5-ാമത്തെ അധ്യായത്തിലോ? ഉടനെ ഒന്നും പോകല്ലേ? ഏതാ? പെട്ടെന്നാവട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിലാണ് വംശാവലി പറയുന്നത്, അല്ലേ? അപ്പൊ ആ വംശാവലി ഒരു കാര്യം പറയാനുണ്ട്. ഇടയ്ക്ക് ഒരു നിമിഷമേ, നമുക്കിന്ന് മഴയായതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് ഫുഡ് കൊടുക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവന്ന വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ 2 വണ്ടികൾ ബാക്കിലോട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുവരാൻ സഹായകരമായി തീരും. എൻ്റെ വണ്ടി മാറ്റണം. കണ്ടിരിക്കുക കുറച്ച് വണ്ടി മാറ്റാനുള്ളത് മാത്രം ഇറങ്ങിയാൽ മതി, അല്ലാത്തവർ ശ്രദ്ധിക്കൂ. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വംശാവലി കണ്ടോ? ആദ്യം അവസാനിക്കുന്നത് എവിടാണ്? ആദാമിലാണ്, അല്ലേ? ആദാം, അതാണ് എനിക്ക് വേണ്ടിയത്, അല്ലാതെ തെയോഫിലോസിലൊന്നും അല്ല കേട്ടോ. ആദാം. അപ്പം നമ്മൾ മനസ്സിലായിക്കോണം. മർക്കോസ് ആരംഭിച്ചത് കർത്താവിന്റെ 30-ാമത്തെ വയസ്സ് മുതൽ. മാത്യു ആരംഭിച്ചത് അബ്രഹാമിൽ തുടങ്ങി. മദ്ബാരിക്കൊണ്ടെന്ന് ചോദിച്ചു. മദ്ബായില്ല, എങ്കിലും മേശയുടെ അടുത്തും കാണുന്നുണ്ടോ നോക്കി. എന്തായിരുന്നു പറഞ്ഞേ? ലൂക്കോസ് ആദാമിൽ തുടങ്ങി. ഇനി യോഹന്നാൻ ആരിലാ തുടങ്ങിയത്? എവിടെയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ ആദിയിൽ. അപ്പോൾ ആദാമിനും പിന്നിലേക്ക് പോയി കേട്ടോ. യോഹന്നാൻ പോയത് ആദിയിൽ കേട്ടോ. ഈ ആദി എന്താണെന്നുള്ളത് ഇനി നമുക്ക് പഠിക്കണം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആദിയല്ലത്. നിങ്ങൾ ആദിയിൽ നിന്ന് ഉദ്ദേശിച്ചത് എവിടെയാണ്?
അപ്പോൾ നിങ്ങൾ ആദിയിൽ ഉദ്ദേശിച്ചത് എവിടെയാണ്? ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആ ആദിക്കൊരു പോയിന്റായി അല്ലേ, തുടക്കമായി. അതല്ല, അതിനു മുമ്പ്, അതാണ് ആദിയിൽ. അപ്പോൾ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ്. അപ്പൊ അവിടെ ചെന്ന് യോഹന്നാൻ നോക്കി, യോഹന്നാന്റെ ആഴം നോക്കിയോ, മനസ്സിലായോ? യോഹന്നാനാണ് ഏറ്റവും അവസാന സുവിശേഷം എഴുതിയത്, ഏകദേശം 80-90 AD സമയത്താണ്. അപ്പോൾ ഈ യോഹന്നാൻ ഇവരുടെ എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ നോക്കിയപ്പോൾ മർക്കോസ് കർത്താവിൻ്റെ 30-ാമത്തെ വയസ്സ് മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മത്തായി ശ്ലീഹ കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ വേണ്ടി അബ്രഹാമിൽ തുടങ്ങുന്നുണ്ട്. ലൂക്കോസ് നോക്കിയപ്പോൾ ആദമിൽ ചെന്നു. യോഹന്നാന് മനസ്സിലായി ഇവിടെ അങ്ങ് തുടങ്ങിയാൽ പറ്റത്തില്ല, മിസ്റ്ററീസ് വെളിവാകണമെന്നുണ്ടെങ്കിൽ അങ്ങ് പോകണം ആദിയിൽ. ആദിയിൽ എന്ന് പറഞ്ഞാൽ ആദമിലല്ല, ആദമിന് മുമ്പ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അന്ന് ആദമില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അന്ന് ആദം ഇല്ല. അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ 5-ാമത്തെ സുവിശേഷം ഒന്ന് പഠിക്കാൻ പോവാണ്. 5-ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി ഓഫ് ഇസ്രായേൽ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ ബോർഡിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കണം. അതായത് ഇസ്രായേലിനെ പറയുന്നത് ഒരു പ്രത്യേക പേരിലാണ്. ആ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിനെ ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ് പറയുന്നത്. ഫെർട്ടൈൽ ക്രസന്റ് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടൈൽ, ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സമിഷ്ടിയുള്ള, സമൃദ്ധിയായ. ക്രസന്റ് എന്ന് പറഞ്ഞാലോ, ക്രസന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ക്രസന്റ് അറിയില്ല. ചന്ദ്രക്കല എന്നാണ് അർത്ഥം. ചന്ദ്രക്കല. അതായത് ഇസ്രായേലിന്റെ ഭൂപ്രകൃതിയെ വിളിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ്. CRESCENT. സ്പെല്ലിംഗ് ഇച്ചിരി പോറാണ്. ഇസ്രായേലിനെ വിളിച്ചിരുന്ന പേരാണ് ഇസ്രായേൽ. നിങ്ങളിപ്പോൾ ഈ ഒരൊറ്റ രാജ്യത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ രാജ്യത്തിന്റെ ഭൂപ്രകൃതി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കാതെ വംശാലിയിലേക്ക് കയറിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് വിളിക്കുവാൻ കാരണം ചന്ദ്രക്കലയുടെ ഷേപ്പ് എങ്ങനെയാണ്? അതുപോലെ ഒരു ഷേപ്പാണ് ഇസ്രായേൽ രാജ്യം. അതുകൊണ്ടാണ് അതിനെ ഏകദേശം നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. കേരളത്തെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം ഇസ്രായേലിനെ നമുക്ക് പിന്നീട് പിടികിട്ടുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇതാണ് ഫെർട്ടൈൽ ക്രസന്റ്. ഞാൻ FC എന്നങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ. ഇതാണ് ഫെർട്ടൈൽ ക്രസന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ പറ്റി നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാൻ കുറച്ചും കൂടെ വലത്തോട്ട് മാറ്റി വരിക, അല്ലെങ്കിൽ ഇപ്പുറത്ത് വരയ്ക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല. ഇങ്ങനെ കിടക്കും നമ്മുടെ ഇസ്രായേൽ രാജ്യം. ഈ ഭാഗത്തായിട്ട് വരുന്ന ഒരു ചെറിയ ടെറിട്ടറി പറയുന്ന പേരാണ്, ഇതാണ് ഇസ്രായേൽ. ഈ ടെറിട്ടറിക്ക് പറയുന്ന പേരാണ് ജോർദാൻ. ജോർദാൻ കേട്ടോ. ഇവിടെ ഒരു നദിയുണ്ട്, പേരെന്താണ്? ജോർദാനിലെ നദിയുടെ പേരെന്താണ്? അയ്യേ, അതന്നെ അവരുടെ ജോർദാനിലെ നദിയുടെ പേരെന്താണ്? ജെറീക്കോയോ? ഗലീല നദിയോ? എൻ്റെ കർത്താവേ, ഗലീല നദിയൊന്നുമില്ല. ഗലീലയ്ക്ക് വേണേ നിങ്ങൾ തടാകം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കടലെന്ന് പറഞ്ഞോളൂ. ഗലീല നദിയൊന്നുമല്ല. ജോർദാൻ നദി വേറൊരു നദിയല്ല. ജോർദാനിലെ നദിയാണ് ജോർദാൻ നദി. മനസ്സിലായോ? പക്ഷെ അത് ഇസ്രായേലിന്റെ ടെറിട്ടറിയിൽ കൂടിയാണ് ഇത് ഒഴുകി ഇങ്ങനെ താഴെ വന്ന് എവിടെ ചേരുമെന്നറിയാമോ?
എവിടെ ചേരും? ചാവുകടൽ എന്ന് ഇപ്പോൾ വിളിക്കുന്ന ഡെഡ് സീയിൽ വന്ന് ചേരും. അത് പോട്ടെ, അതിനൊക്കെ വേറെ പല കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളത് പിന്നീട്, അതവിടെ നിൽക്കട്ടെ, ഇത് അറിഞ്ഞിരിക്കണം. അപ്പം ഇത് ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തൂടെ താഴെ ചാവുകടൽ വന്ന് ചേരും. ഈ യോർദാൻ നദിയാണ് മുറിച്ച് ആര് കടന്നത്? മോശയോ? യോശുവ. മോശ മുറിച്ചത് ചെങ്കടലാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ വരച്ച് കാണിക്കും. ഈ ചെങ്കടൽ എവിടെ വരുമെന്ന് അറിയാമോ? ഈ ഭാഗത്തായിട്ട് വരും ചെങ്കടൽ. ഈ പേന നഷ്ടമാണല്ലോ. ഇങ്ങനെ കിടക്കുന്ന ഇതാണ് റെഡ് സീ. ഞാൻ റെഡ് മാർക്ക് കൊണ്ട് വരച്ചിരിക്കുകയാണ്, റെഡ് സീ കേട്ടോ. റെഡ് സീക്ക് ഇപ്പുറം എന്തായിരിക്കും നിങ്ങൾക്കറിയാമോ? ഈ ഭാഗം എവിടെ നിന്നാണ് മോശ റെഡ് സീ മുറിച്ച് കയറിയത്? ഈജിപ്തിൽ നിന്ന് അല്ലേ, മിസ്രൈമിൽ നിന്ന്. അപ്പൊ ഇത് ഓഫ് കോഴ്സ് ഈജിപ്റ്റാണ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മലയാളത്തിൽ പറയും, മിസ്രയീം. ഇപ്പോഴത്തെ ഈജിപ്റ്റാണ് മിസ്രയീം എന്ന് പറയുന്നത്. ഇതിപ്പോ ഏത് ഭാഗത്താണ് ഇസ്രായേലിന്റെ? താഴെയാണ്. അതായത് ഏകദേശം തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് താഴെയാണ് ഈജിപ്റ്റ്. ഇതാണ് റെഡ് സീ. ഈജിപ്തിലൊരു നദിയുണ്ട്. ആ നദി ഏതാണെന്ന് അറിയാമോ? നൈൽ നദി എന്ന് പറയും. ഈജിപ്തിന് ഇത്ര വലിപ്പത്തി വരയ്ക്കുന്നില്ല. എൻ്റെ ഇവിടെ നിർത്തുകയാണ് ഈജിപ്റ്റ്. ഈജിപ്റ്റ് എന്താ ഇങ്ങനെ നിൽക്കുന്നു? ഇതാണ് ഈജിപ്റ്റ്. ഇതിനൊരു നൈൽ നദി എന്ന് പറഞ്ഞ നദി ഈജിപ്റ്റ് മൊത്തം കയറി ഇവിടെ സുഡാൻ വരും. അതുപോലെ തന്നെ എർത്തീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രി വരും. അവിടെ നമുക്കൊരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, എർത്തീരിയൻ ഓർത്തഡോക്സ് ചർച്ച്, എർത്തീരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരും. ഇതിലെല്ലാം കൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പോൾ അതിൻ്റെ നീളം ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണെന്ന് പറയുന്നത്. 2-3 രാജ്യങ്ങളാണ് ഇത് കവർ ചെയ്ത് പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പമ്പ നദി ഇതുവഴി പോയത് കാശ്മീർ വഴി പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാൻ കയറി ഇറങ്ങുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലൊരു വളരെ നീളമുള്ളൊരു നദിയാണ് നൈൽ. ഈജിപ്തിലെ നദിയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഫെർട്ടൈൽ എന്ന് വിളിക്കുവാൻ കാരണമാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. ഫെർട്ടൈൽ ലാൻഡ്. ഇനി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്ന മറ്റൊരു രാജ്യമാണ് സിറിയ. ഏതാണ്? സിറിയ. ഈ സിറിയ പോലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രാജ്യം പോലെ തന്നെ രാജ്യത്തിനകത്തുള്ള മറ്റൊരു സ്ഥലമാണ് അസീറിയ. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് വരും. അതായത് സിറിയയുടെ വടക്ക് ഭാഗത്തായിട്ട് അസീറിയ. ഇതൊക്കെ നമുക്ക് വേണ്ടിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയുന്നത്. അസീറിയയിൽ നിന്നാണ് ആദ്യ ആക്രമണം വന്നത്. മനസ്സിലായില്ലേ? ഇമാരെ പിടിച്ചോണ്ട് പോയതേ, ഇസ്രായേൽക്കാരെ പിടിച്ചോണ്ട് വന്നത് അസീറിയക്കാരാണ്. 722 BC ഫസ്റ്റ് അറ്റാക്ക്. പ്രവാചകന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു, മോനെ ആക്രമണം വരും, സൂക്ഷിച്ചോ. ഒരുത്തനും മൈൻഡ് ചെയ്തില്ല. ആക്രമിച്ചു വന്നെല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോയി. അത് ഇവിടുന്നാണ് ഈ അറ്റാക്ക് വന്നത്. വേറെ രാജ്യമാണ്. ഇനി ഇതിന്റെ അപ്പുറത്ത് ഉള്ള മറ്റൊരു രാജ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇവിടെ വരും. ഈ ഭാഗത്തായിട്ട് വരും. മനസ്സിലായോ? ഈ ഭാഗത്തായിട്ട് വരും. പറയാമോ? ഏതാണ്? ലെബനോൺ? അല്ല. ഞാനങ്ങ് പറയാം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയാം. ഇവിടെയാണ് ബാബിലോൺ. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ there we sat down. ആര്? നമ്മുടെ പിള്ളേര് അവിടെ പോയി. എങ്ങനെ പോയി? പിടിച്ചോണ്ട് പോയി. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ്, ഇന്നത്തെ ബാബിലോൺ എന്ന് പറയുന്നത് ഏത് രാജ്യമാണെന്ന് അറിയാമോ? ഇറാഖാണ്. ഇറാഖ്.
ഇന്നത്തെ ഇറാഖാണ് ഈ സാധനം. അന്ന് ഈ ബാബിലോൺ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യമായിരുന്നു. ബാബിലോണിലൊരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഒന്നല്ല, 2 നദികളുണ്ട്. ആ 2 നദികളുടെ പേരെന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് തന്നെ ഇങ്ങനെ ഒഴുകും, അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വേറൊരു നദി ഒഴുകും. ഒരു നദിയുടെ പേര് യൂഫ്രട്ടീസ്, മറ്റേത് ടൈഗ്രിസ്. 2 നദികളാണ്. അപ്പോൾ ജോർദാനിലൊരു നദി, ഈജിപ്തിലൊരു നദി, ബാബിലോണിൽ 2 നദി. ഇങ്ങനെ അങ്ങ് ഒഴുകാണ് കേട്ടോ. നല്ല നീളമുള്ള നദികളാണ്. ഇനി സിറിയയിൽ നദികളുണ്ടായിരുന്നോ? ഈ നദികളുടെ കാര്യം പറയുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. സിറിയയിൽ നദികളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ? ഞാനൊരു സംഭവം പറയാം. ഏലീശയുടെ അടുക്കൽ ഒരാൾ വന്ന് കുഷ്ഠരോഗം മാറിപ്പോയി. ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ ഈ നയമാനോട് ഏലീശ പറഞ്ഞില്ലേ? അപ്പോൾ നയമാൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ നയമാൻ വന്നത് എവിടുന്നാണ്? ഇവിടുന്നാണ്. ഇവിടുന്ന് തന്നെ ഇവിടെ വന്നു ഏലീശയെ കാണാൻ. രാജ്യം കവർ ചെയ്ത് പോകുന്നു. ആ നയമാൻ ഏലീശയോട് ഏലീശയോട് പറഞ്ഞില്ല, ഏലീശ അയാളോട് പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും ദൂരം ഞാൻ താണ്ടി വന്നത് ഈ പന്ന നദിയിൽ പോയി കുളിക്കാനാണോ? ഞങ്ങളുടെ രാജ്യത്ത് നല്ല 1-ാം തരം നദികളുണ്ട്. അർബര്, പർപ്പോന് മുതലായ നദികളുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം സിറിയയിലും നദികൾ ഉണ്ടായിരുന്നു. നദികൾ ഇല്ലാതിരുന്ന കുറവുള്ള ഏകരാജ്യം നമ്മുടെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജ്യം. നദികൾ കുറവായിരുന്നു. ആകെ പോകുകയും അവർക്കൊന്ന് ആശ്വാസത്തിന് പറയാൻ ഈ സൈഡിൽ കൂടെ പോകുന്ന ഈ യോർദാൻ മാത്രമേ ഉള്ളൂ. അത് ഇസ്രായേൽ കൂടി കയറി പോയപ്പോൾ ആകെപ്പാടെ ഇച്ചിരി വീതിയുള്ളൂ. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. പോയിട്ടുണ്ടോ നിങ്ങൾ? കർത്താവ് മാമോദീസ മുങ്ങി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തിന് വീതി എന്ന് പറഞ്ഞാൽ അധികം വീതിയൊന്നുമില്ലത്. അതിനേക്കാളിൽ വീതി കുറവുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഒറ്റ ലോങ് ജമ്പിന് ചാടുവാൻ പറ്റുന്ന രീതിയിലുള്ള വീതി മാത്രമേ യോർദാൻ നദിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. നദികൾ ഒരു രാജ്യത്തെ എപ്പോഴും സമ്പുഷ്ടമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഘടകം പറയുന്നത് സിന്ധു നദി, അങ്ങനൊരു അല്ലേ പരിഷ്കാരമുണ്ടല്ലേ, അങ്ങനൊരു ഡെവലപ്മെന്റ് ഉണ്ട് നമുക്ക്. അതിനെന്താ ഒറ്റ വാക്കെന്താ പറയുന്നത്? സിന്ധു നദി സംസ്കാരം, നദീതട സംസ്കാരം. അത് തന്നെ ആ വാക്കിന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോയി. അപ്പോൾ ഇവിടെ നൈൽ നദി, ഈജിപ്റ്റ് സമ്പുഷ്ടമാണ്, സിറിയ സമ്പുഷ്ടമാണ്, ബാബിലോൺ അതിസമ്പുഷ്ടമാണ്. ബാബിലോൺ വലിയ സാമ്രാജ്യമാണ്. വൺ ഓഫ് ദി ഏൻഷ്യന്റ് വേൾഡിലെ വണ്ടേഴ്സ് ബാബിലോണിലുണ്ടായിരുന്നു. എന്താണെന്ന് പറയാമോ? ഏൻഷ്യന്റ് വേൾഡ്, ഇപ്പോഴത്തെ അല്ല. 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് ഇപ്പം പറയുന്നുണ്ട്. എന്നാൽ ഏൻഷ്യന്റ് വേൾഡിൽ മറ്റൊരു അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒന്ന് ബാബിലോണിലെ ഹാങ്ങിങ് ഗാർഡൻ ആയിരുന്നു. ഹാങ്ങിങ് ഗാർഡൻ നെബൂഖദ്നേസർ രാജാവ് പണി കഴിച്ചതാണ്. നമ്മുടെ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിച്ച പോലെ തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേറെ രാജ്യത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൾ ഇവിടെ വന്നപ്പോൾ ആ സമ്പൽ സമൃദ്ധി അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാളൊരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കി. നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ അത് കാണാം. അതിന്റെ ബ്യൂട്ടി കാണാം. അത് ഒറിജിനലല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയത്. അതിന്റെ സീനറീസ് കാണുവാൻ സാധിക്കും. അത് ബാബിലോണിലായിരുന്നു. അതുപോലെ ഏൻഷ്യൻ വേൾഡിലെ മറ്റൊരു അത്ഭുതമായിരുന്നു പൗലോസ്ലീഹ അർക്കമദീസ് ദേവിയുടെ പ്രതിമ ഏതൻസിൽ, ഗ്രീസിൽ. അതുപോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത് സമ്പൽ സമൃദ്ധമായ ഈ മുഴുവൻ ഏകദേശം ഈ ഏരിയയെ പറയുന്ന പേരാണ് മെസൊപ്പൊട്ടേമിയ. ഇപ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് മെസൊപ്പൊട്ടേമിയ. ഈ ഏരിയയെ പറയുന്ന പേരാണ് മെസൊപ്പൊട്ടേമിയ. സ്പെല്ലിംഗ് ഒക്കെ എന്തുവാന്നോ?
മെസ്സപ്പെട്ടോമിയ. ഇതുകൊണ്ടാണ് ഞാൻ ബുക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സാധനം പോവും. മെസ്സപ്പെട്ടോമിയ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇസ്രായേലിൻ്റെ വടക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണ് സിറിയയും ബാബിലോണും. മനസ്സിലായോ? ഈ ഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈജിപ്റ്റ്. ഇതിന് താഴോട്ട് ആഫ്രിക്കയും കാര്യങ്ങളൊക്കെ വരും. ഈ റഷ്യ എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്തായിട്ടൊക്കെ വരും, ഇങ്ങോട്ട് പോകും. അങ്ങോട്ട് മാറിയാൽ എന്ത് വരും? ഇതിനപ്പുറത്തോട്ട് മാറിയാൽ എന്ത് വരുമെന്ന് അറിയാമോ? നമ്മുടെ ആരബ് കൺട്രീസൊക്കെ അവിടെയാണ്. അതും കഴിഞ്ഞാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. ഇങ്ങോട്ട് വരുമ്പോൾ യൂറോപ്പ്, അമേരിക്ക ഇങ്ങനെ പോകും. ചുരുക്കം പറഞ്ഞാൽ ഈ രാജ്യത്തെ നമ്മൾ വിളിക്കുന്നത് കിഴക്കെന്നാണ്, അല്ലേ? നമ്മൾ പാടുമല്ലോ കിഴക്കിൻ്റെ ഒക്കെ വന്നിയായാലോ കാതോലിക്ക. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതിനെ കിഴക്കെന്ന് വിളിക്കാൻ കാര്യം എന്താ? ഇതിനെയാണ് ഈ കിഴക്കെന്ന് വിളിക്കുന്നത്, അല്ലെ? ഇന്ത്യയല്ല. ഇതെങ്ങനെ കിഴക്കാവും? ആർക്കാണ് ഇത് കിഴക്ക്? ഇതിന് പടിഞ്ഞാറുള്ളവർക്കാണ് ഇത് കിഴക്ക്. അതായത് കർത്താവിൻ്റെയൊക്കെ ഉയർപ്പിന് ശേഷം സഭ സ്ഥാപിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോമിലായിരുന്നു. റോം എന്ന് പറയുന്നത് ഇതിന് പടിഞ്ഞാറാണ്. റോമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിഴക്കാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് പടിഞ്ഞാറാണ്. റോമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിഴക്കാണ്. അങ്ങനെയാണ് ഇതിനെ കിഴക്കൻ സഭകൾ എന്ന് പറയാൻ കാരണം. അല്ല, നമ്മൾ ഇവിടെ നോക്കുമ്പോഴല്ല പലരും വിചാരിച്ചിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് അമേരിക്കയിൽ നോക്കുമ്പോൾ ഇത് കിഴക്കാണ്, അതുകൊണ്ടാണ് ഇതിനെ കിഴക്കൻ സഭകൾ എന്ന് പറയുന്നത്. അല്ല, ഇതാണ് കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ കരുതിക്കൊള്ളുക. ഇതാണ് ഈ ഇസ്രായേലിൻ്റെ ഭൂപ്രകൃതിയുടെ ഏകദേശം ഒരു സെറ്റപ്പ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. അതായത് പിന്നീട് വടക്ക് നിന്ന് ആക്രമണം വന്നു, ഈജിപ്തിൽ നിന്ന് റെഡ് സീ ക്രോസ് ചെയ്താണ് ഇവർ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് എളുപ്പം മനസ്സിലാവും. മോശ ചെങ്കടൽ വിഭാഗിച്ചു, അല്ലേ? വിഭാഗിച്ചാണ് കടന്നത്. സീനായ് മലയിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ വിഭാഗിച്ചു, പിന്നെ യാത്ര ചെയ്തു. അവിടെ കടന്ന് ചുറ്റിത്തിരിഞ്ഞു. നിങ്ങൾക്കറിയാമോ ഇസ്രായേൽ മക്കൾ എത്ര വർഷം യാത്ര ചെയ്തു? 40 ദിവസം, 40 വർഷം. എത്ര ദിവസത്തെ യഥാർത്ഥത്തിൽ യാത്രയുണ്ടായിരുന്നു അറിയാമോ? ശരിക്കും യാത്ര ചെയ്താൽ 3 ആഴ്ച കൊണ്ട് ചെല്ലാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ കയ്യിൽ കൊണ്ട് പറ്റിയതാണ്. പാപം ചെയ്തത് കാരണം ദുരിതം വർദ്ധിച്ചപ്പോൾ ദൈവം അവരെ ഉഴലുമാറാക്കിയതാണ്. റോമർക്കെതിരെ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ പറ്റിപ്പോയതാണ്. 2-3 ആഴ്ച കൊണ്ട് ചെല്ലാവുന്ന ദൂരം 40 വർഷം കിടന്ന് ചുറ്റിത്തിരിഞ്ഞു. പോട്ടെ, ഈ കാര്യം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ വംശാവലിയിലേക്കൊന്ന് പ്രവേശിക്കാൻ ശ്രമിക്കാം. എന്തിനാണ് ഈ വംശാവലി പഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നന്ദി. പലപ്പോഴും മത്തായി സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോൾ ശരിക്കും മുഷിപ്പ് തോന്നാറില്ല. എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ചും അവിടെ 4 സ്ത്രീകളുടെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമോ? മത്തായി സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 4 സ്ത്രീകൾ ആരൊക്കെയാണ്? സാധാരണ ഒരു യഹൂദൻ തങ്ങളുടെ കാര്യങ്ങൾ സ്ക്രൈബ് ചെയ്യുമ്പോൾ, അതായത് എഴുതുമ്പോൾ, സ്ത്രീകളുടെ കാര്യം പറയില്ല. അന്നത്തെ രീതി എങ്ങനെയാണ്? ഇന്നത്തെ പോലെയല്ല, ഫെമിനിസം ഒന്നും അന്നില്ല. അന്ന് സ്ത്രീകൾ പുരുഷന്മാരുടെ കീഴിൽ തന്നെ ജീവിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ മത്തായി ശ്ലീഹ 4 സ്ത്രീകളുടെ കാര്യം ഒരു യഹൂദനായിരിക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ദൈവം എന്നുള്ളൊരു വാക്ക് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കാണില്ല. ദൈവരാജ്യം എന്ന് ലൂക്കോസ് വിശേഷിപ്പിക്കുന്നതല്ല, മത്തായി ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗരാജ്യമാണ്. കാരണം ദൈവം എന്നവർ വാഗൊണ്ട് പറയില്ല, പേടിയാണ്. എലോഹീം എന്ന് പറയില്ല. യഹ്വേ, യഹ്വ എന്ന് പറയാം.
പക്ഷേ ദൈവം എന്ന് പറയില്ല, ഭയമാണ്. അതുകൊണ്ട് മത്തായി ശ്ലീഹ ഒരിക്കലും ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം സ്വർഗം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാനുള്ള വരം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തെ പറ്റി അവൻ്റെ ഉപമ പറഞ്ഞത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ജീനിയോളജിയിൽ 4 സ്ത്രീകളുണ്ട്. അവരെ പറ്റി 4 പേരെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കും, വളരെ വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കും. അതിലൊരു സ്ത്രീയാണ്. ആരാണെന്ന് പറയാമോ? ആ ജീനിയോളജിക്കൽ ഓർഡറിൽ തന്നെ പറയണം. ജീനിയോളജി എന്ന് പറഞ്ഞാൽ വംശാവലി പ്രകാരമുള്ള ഓർഡറിൽ പറഞ്ഞാൽ ആദ്യത്തെ സ്ത്രീയാണ് രൂത്തല്ല. രൂത്തിന് മുമ്പ് വേറെ സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. അതിനു മുമ്പ് താമാറോന്നോ ഏതെങ്കിലും ഒന്ന് പറയൂ. താമാർ. ശരി, താമാർ ഒരു സ്ത്രീയുടെ പേരാണ്, താമാർ. രണ്ടാമത്തെ ആള് രൂത്തല്ല. അതിന് മുമ്പ് ഒരാളുണ്ട്. ആ ജീനിയോളജിക്കൽ ഓർഡറിൽ പറയണം. രാഹാബ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, ഉണ്ട്. മൂന്നാമത്തെ ആളാണ് നിങ്ങൾ പറഞ്ഞ രൂത്ത്. നാലാമത്തെ ആള് ബത്ശേബ. ഇനി ഓരോരുത്തരും ആരാന്ന് പറയണം. ഒരു കാര്യം ആദ്യം അങ്ങോട്ട് ഡിസ്ക്ലൈമറായിട്ട് പറയാം. ഈ 4 മനുഷ്യന് മുമ്പിൽ പറയാൻ കൊള്ളാത്ത ആൾക്കാരാണ്. 4 ആ 4 പിടിച്ച് വംശാവലിയിൽ ഇട്ടുണ്ട്. ആരുടെ വംശാവലിയിൽ? കർത്താവിന്റെ വംശാവലിയിൽ. ഓർക്കണം, അത് ആരിട്ടു? മത്തായി ശ്ലീഹ. യഹൂദൻ, ദൈവം പോലും പറയില്ല, സ്ത്രീകളുടെ പേര് കൊണ്ടുമില്ല. അതാണ് പരിശുദ്ധാത്മാവിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവെഴുത്തുകൾ ദൈവനിശ്വാസീയമാകയാൽ എന്നാണ്. നമ്മുടെ കർത്താവിന്റെ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള കഥകളൊന്നും നിർമ്മിത കഥകളല്ല എന്ന പത്രോസ് ശ്ലീഹയിലൊരു വാക്യമുണ്ട്. അതെടുക്കാമോ? അല്ലേ? നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയും ഒന്നും ഞങ്ങൾ അറിഞ്ഞത് നിർമ്മിത കഥകളെ കൊണ്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ എന്നൊരു വചനമുണ്ട് പത്രോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ. ഇത്ര വാക്യമാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. കണ്ടുപിടിക്കണോ? അന്ന് കണ്ടുപിടിച്ചാലോ? വാക്യം ഓർത്തിരിക്കുമല്ലോ. പത്രോസ് ശ്ലീഹ 1-ാം അധ്യായത്തിലാണ്. അത് 1 പത്രോസിലാണോ 2 പത്രോസിലാണോ എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഞാൻ കണ്ടുപിടിച്ചു. 2 പത്രോസ് 1:16 വായിക്കാമോ? 2 പത്രോസ് 1:16 വായിച്ചു. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ കൊണ്ടല്ല. നിർമ്മിത കഥകൾ പ്രമാണിച്ചിട്ടല്ല, പിന്നെയോ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. അപ്പോൾ 1 യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും. അല്ല, ചുമ്മാതല്ല. അതുകൊണ്ടാണ് ഈ സഭാ പാരമ്പര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ചുമ്മാ അവിടെ ഇവിടെയും പോയി ആർക്കും എന്തും പറയത്തക്കവണ്ണം വചനം വ്യാഖ്യാനിക്കുകയോ കേൾക്കുകയോ ചെയ്യരുത്. അതൊരു എപ്പിസ്കോപ്പൽ കണക്ഷൻ ഉണ്ടാവും. 2 കാര്യങ്ങൾ വചനം പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, വചനം പറയുന്ന ആളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളുണ്ടോ? ഒന്നാമത്തെ കാര്യം. 2, പറയുന്ന വചനത്തിനകത്ത് മാനസാന്തരവും നിത്യജീവനും പറയുന്നുണ്ടോ? ഇത് 2ഉം പറയാതെ ദൈവം അനുഗ്രഹിച്ചോളും, കർത്താവ് ശക്തിപ്പെടുത്തിക്കോളും, കർത്താവ് അനുഗ്രഹിക്കുന്നതേ, ഇതൊക്കെ പറയുന്നത് സുവിശേഷം അല്ല. അത് മാത്രം പറയും. അനുതാപം പറയാതെ ഒരു അനുഗ്രഹവും ഇല്ല. അനുതാപവും മാനസാന്തരവും ഇല്ലാതെ അത് പ്രസംഗിക്കാതെ. കർത്താവ് ആദ്യം പ്രസംഗിച്ചു തുടങ്ങി എങ്ങനെയാണ്? നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങി എന്താണ്? സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുകയും. അതില്ലാതെ
നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചു, നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിച്ചതാ ഇപ്പൊ ഈ നിമിഷം പറയുന്നവരെ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടോ? ഒന്ന്. കാരണം എത്ര ദൈവവിശ്വാസിതമായ ഈ വചനങ്ങൾ ഞാൻ വ്യാഖ്യാനിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റാം. അപ്പോൾ എന്നെ തിരുത്താൻ ഒരാളുണ്ടാണ് എൻ്റെ മേളിൽ. അതുകൊണ്ട് എപ്പിസ്കോപ്പസി മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ യോഹന്നാനിലെത്തും, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലെത്തും. അവരാണ് വ്യാഖ്യാനിച്ച് തന്നത്. നമ്മൾ ഏറ്റെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പോൾ എന്നെ തിരുത്താൻ ഒരാളുണ്ടാവണം. അതിന് എപ്പിസ്കോപ്പസിയുമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ അതോറിറ്റിയുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്തടത്ത് വചനം കേൾക്കാൻ പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യോഹന്നാൻ കണ്ടത്, തൊട്ടത്, കേട്ടത്. യോഹന്നാന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു പോളികർപ്പോസ്. പോളികർപ്പോസിന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു നമ്മൾ വിളിക്കുന്ന അഗ്നിമയനായ ഇഗ്നാത്യോസ് ന്യൂറോനോ എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് യോഹന്നാനിൽ നിന്ന് കേട്ടതാണ്, യോഹന്നാൻ ആരിൽ നിന്ന് പഠിച്ചതാണ്, അല്ലെങ്കിൽ അവൻ കണ്ടതാണ്. അവന്റെ മഹിമ കണ്ട സാക്ഷികൾ നേരിട്ട് സാക്ഷിക്കുന്നത് പഠിച്ചതാണ്. ഈ പോളികർപ്പോസും ഇഗ്നാത്യോസും അങ്ങനെയുള്ളവരെല്ലാവരും അവര് പഠിപ്പിച്ചു തന്നതാണ് നമ്മൾ കൈമാറി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ന് സുപ്രഭാതത്തിൽ ഒരു വെളിപാടുണ്ടായിട്ട് പെട്ടെന്ന് നിന്നാൽ വചനം പറയുന്നു. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു സ്ത്രീയാണ്. എപ്പോഴും പറഞ്ഞു, എന്നോട് പിതാവ് പറഞ്ഞു എന്നേ പറഞ്ഞു. പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പിതാവ് എന്നോട് പറഞ്ഞു. എക്ലീസിയാസ്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അങ്ങനെ പിതാവ് പറയുന്നു എന്ന് നമ്മൾ പറയില്ല, കർത്താവ് എന്നോട് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോട്ടെ. അപ്പോൾ 4 സ്ത്രീകളിൽ ആദ്യത്തെ താമാർ. നമ്മൾ അതിനു മുമ്പായിട്ട് അബ്രഹാമിന്റെ കാര്യമൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇത് ഇടയ്ക്ക് വന്നുകൊണ്ടങ്ങ് പറയുകയാണ്, ഇനി അധികം സമയമില്ല. താമാർ ആരായിരുന്നു? ആരുടെ ഭാര്യയായിരുന്നെങ്കിലും പറയാമോ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ താഴേന്ന് തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം താമാർ ചില്ലറക്കാരിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു വശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തകർന്ന് അടിഞ്ഞ് മ്ലേച്ഛതയുടെ അങ്ങേറ്റത്തെ പര്യായമായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പിതാക്കന്മാർ ഇവളെ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കോരിത്തരിക്കും. ചെന്ന് പാടാമല്ല, പതിവ്രത എന്ന് പാടിയ പതിവ്രതയം ഞാനിവിടെ പാടാം. പതിവ്രതയ, നിങ്ങളെല്ലാം കല്യാണം കഴിച്ചവരല്ലേ, ഇത് കേട്ടായിരുന്നു ഈ പാട്ട്. പരിപാവന സഭയെ വാനോത്കാന്തൻ വേട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ഏൽപ്പിച്ചേവം വീടിൻ ഭരണം മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു. പൊക്കണവും കല്ലും കവിണയുമായി വെന്നാൽ ഗോല്യാത്തിനെ ദാവീദും താമാർ ഉത്തമയായി മതി. ആരും പാടിയില്ല, നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം ഇപ്പോൾ കല്യാണക്കൊയറുകാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്കേ ഇപ്പോൾ ശുശ്രൂഷ അറിയത്തുള്ളൂ, നിങ്ങൾക്കറിയില്ല. എന്തുകൊണ്ട് അറിയത്തില്ല? കല്യാണത്തിന് പോയിരുന്നാൽ വെളിയിൽ നിൽക്കും, അല്ലെ അകത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കും, പുസ്തകം തുറക്കുകയില്ല, പാട്ട് പാടുകയില്ല. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലുണ്ടല്ലോ, ഈ താമാർ ആരാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ തല ഇറങ്ങി വീഴും നമ്മളിവിടെ. എനിക്കിത് പാടിയ പിന്നെ എനിക്ക്, അതായത് ഈ താമാറിനെ പറ്റി ഞാൻ കുറേ പഠിച്ചു. എനിക്ക് കോരിത്തരികയും ഇപ്പോൾ അച്ഛാ, ക്രിസ്തുമസിൻ്റെ പ്രഭാത നമസ്കാരത്തിൽ ഒരു പാട്ടുണ്ട്, കേൾക്കുമ്പോൾ അച്ഛന് പെട്ടെന്ന് കൂടെ പാടാൻ പറ്റും.
യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ച താമാർ അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു. ഇവിടെ പടം യൂദായും മറവിലമർന്ന മന്നനെ, എനിക്കത് പറയാൻ പറ്റില്ല, ഇങ്ങനെ രോമം എണീച്ചു. മോഷ്ടിച്ചാൽ താമാർ. ഓ, അതറിയണം എങ്ങനെയാണ് മോഷ്ടിച്ചതെന്ന്. അത് വേറൊരു ക്ലാസ്, ഒരു 2 മണിക്കൂറെങ്കിലും എനിക്ക് വേണം. അത് പിന്നീട് എടുക്കണം. മിനിമം 2 മണിക്കൂറുണ്ടെങ്കിൽ താമാറിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. താമാർ എന്താണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, ഇതെങ്ങനെ ന്യായീകരിക്കും? നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താണ് അവൾ ചെയ്തത്? യൂദ, അതാരായിരുന്നു? ഏത് യൂദ? യാക്കോബിന്റെ സന്തതിയായ യൂദ. യാക്കോബിലെത്തി, ഇനി ഇസാഖിലെത്തും, അബ്രാമിലെത്തും. അബ്രാമിലെ തുടങ്ങുന്നത് അതിനുവേണ്ടിയാണ് താമറങ്ങി പിടിച്ചത്. യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളായിരുന്നു ആര്? യൂദ. അത്രയും തല കയറിയല്ലോ, മാറരുത്. യൂദായുടെ മരുമോളായിരുന്നു ആര്? താമാർ. യൂദായ്ക്ക് 3 പുത്രന്മാരായിരുന്നു. ഭാര്യ മരിച്ചുപോയി. 3 പുത്രന്മാർ. ആദ്യത്തെ പേര് ഏർ. എന്താണ്? ഏർ, ഇങ്ങനെ. രണ്ടാമത്തെ പേര് ഓനാൻ. മൂന്നാമത്തെ പേരറിയാമോ? ശേല. എന്താണ്? ശേല. ഈ 3 മക്കളായിരുന്നു. ആരുടെ മക്കളായിരുന്നു? യഹൂദയുടെ മക്കളായിരുന്നു. യഹൂദ ആരുടെ മോനായിരുന്നു? യാക്കോബിന്റെ മോനാണ്. യാക്കോബ് ആരുടെയാണ്? ഐസക് ആരുടെ മോനാണ്? ഏബ്രഹാമിന്റെ മോൻ. അപ്പൊ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി പറയുന്നിടത്ത് ഈ പെണ്ണിനെ എന്തിനാണ് പിടിച്ചിട്ടതെന്നാണ് എൻ്റെ ചോദ്യം. അത് വേറെ ക്ലാസ്സാണ്, നമുക്ക് പിന്നെ പഠിക്കാം. അത് പഠിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ പാടിയാൽ മതിയോ? ഒന്നുകൂടെ പാടിയാൽ. യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ച താമാർ അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു. ക്രിസ്തുമസ് പെരുന്നാളിലെ പ്രഭാത നമസ്കാരത്തിലെ ഒരു ഗീതമാണിത്. പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ വന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അത് നമുക്ക് പഠിച്ചെങ്കിലേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ താമാറിൻ്റെ ഭർത്താവ് ഈ ഏറായിരുന്നു. അതായത് യൂദയുടെ മരുമോളാക്കി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഏറങ്ങ് മരിച്ചു പോയപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച്, അല്ലെ ദേവരധർമ്മം അനുസരിച്ച്, സഹോദരൻ വിവാഹം കഴിച്ച് സന്തതിയെ ജനിപ്പിക്കണം. അതാണല്ലോ കർത്താവിനോട് വന്ന് ചോദിക്കുന്നത്. 7 സഹോദരന്മാരുണ്ടായിരുന്നു, 7 എണ്ണവും മരിച്ചുപോയി. പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയാവുന്നു പറഞ്ഞുകൊണ്ട് കർത്താവിനെ കൊടുക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുവാൻ ഒരാൾ വന്നിരുന്നു, അല്ലേ? കർത്താവിനോട് പറയുന്നത്, പുനരുത്ഥാനത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുള്ള പരിപാടിയൊന്നുമല്ല, അത് വേറെ ഐറ്റമാണ് എന്ന് പറഞ്ഞ് കർത്താവരെ ശാസിക്കുന്നുണ്ട്. പോകട്ടെ. അപ്പോൾ മരിച്ചുപോയി. പാരണ്ട്. അപ്പോൾ ഓനാൻ ഇവളെ വിവാഹം കഴിക്കണം. ഓനാന് സത്യം പറഞ്ഞാൽ ഇവളെ വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഇത് നിയമമാണ്, സന്തതിയെ ജനിപ്പിക്കും. ഇപ്പൊ ഓനാനെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് യോനാൻ ഒരു വൃത്തികേട് കാണിച്ചു. ആ വൃത്തികേട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അതായത് സന്തതി ജനിപ്പിക്കാതെ, അല്ലെങ്കിൽ സന്തതി ജനിക്കാതിരിക്കത്തക്കവണ്ണം അവനൊരു വിക്രിയ കാണിച്ചു. അത് നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മതി. ഒന്നും വായിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അത് പോയി വായിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ഓനാന്റെ മേൽ വന്നു. യോനാൻ കൊല്ലപ്പെട്ടു. അപ്പോൾ അടുത്ത ആരാണ്? ശേല.
ഓനാൻ പോയി. ശേലയിലെ കാര്യം വന്നു അല്ലേ? ശേല കൊച്ചു പയ്യന പോട്ടെ, ഒരു 5 വയസ്സോളം വിചാരിക്കാം. പക്ഷേ സന്തതിയെ ജനിപ്പിക്കണമെങ്കിൽ ശേല വിവാഹം കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യഹൂദ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, ഇവൻ വളർന്നു വരുന്നവരെ നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. താമാറിനെ സമ്മതിക്കണം കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ താമാറിന് ഒരു 20 വയസ്സുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 25 വയസ്സുണ്ടെന്ന് വിചാരിച്ചു. ഇവനൊരു 5 വയസ്സേ ഉള്ളൂ. ഇവൻ വളർന്ന് കല്യാണം കഴിക്കാൻ പ്രായമാകുമ്പോഴത്തേന് അവൻ 25 വയസ്സാകുമ്പോൾ താമാറിന് എത്ര വയസ്സാവും? 50 വയസ്സാവും. അത്രയും നാൾ ഇവള് വെയിറ്റ് ചെയ്തു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഇവൾ കാമം ആഗ്രഹിച്ചല്ല നിന്നത്. ആ റൂട്ടിലോട്ട് പോകണം, പിന്നീട് പോവാം. അത് വരുന്ന വേറെ ക്ലാസ്സിലോട്ട് പോകും. അതിൽ ഞാൻ ഇപ്പം കയറുന്നില്ല. കയറിയാൽ ആ റൂട്ടിൽ ഞാൻ പോയി പോകും, ഞാൻ പോലും അറിയാം. അതുകൊണ്ട് ഞാൻ അത് വിടുകയാണ് ഇപ്പോൾ. അത് വേറൊരു സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് എടുക്കേണ്ടി വരും. അത് ശേല വളർന്നു. അവന് കല്യാണപ്രായമായപ്പോൾ യഹൂദയ്ക്ക് ഒരു തോന്നൽ, കൊച്ചിന് വേറെ നല്ല പെണ്ണിനെ കിട്ടും. അങ്ങനെ ഈ 50 വയസ്സുള്ള കിളവയെ കൊണ്ട് വേണം 25 വയസ്സുള്ള ചെറുക്കനെ കെട്ടിക്കാൻ. നിങ്ങളാണെ കെട്ടിച്ചു കൊടുക്കൂ. യഹൂദയ്ക്ക് സ്വാർത്ഥത ജനിച്ചു. യഹൂദ ശേലയെ വേറെ കെട്ടിച്ചു. താമാർ ഒറ്റപ്പെട്ടു. ഇനിയുമാണ് താമാർ കളിച്ച കളി. അതെന്തിനാണ് ആ കളി കളിച്ചതെന്ന് വേറെ നമുക്ക് പഠിക്കാം. എന്നാലേ താമാറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. താമാർ എന്ത് ചെയ്തു? താമാർ യഹൂദയൊക്കെ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. പണിയൊന്നും ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. യഹൂദയിൽ നിന്ന് അവൾക്ക് സന്തതി ഉണ്ടായേ പറ്റൂ. ഇനി മക്കളില്ല. ഇവള് വേറെ പുറത്തു പോയി കല്യാണം കഴിച്ചാൽ യഹൂദയിൽ നിന്ന് തനിക്ക് സന്തതിയെ കിട്ടത്തുമില്ല. അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്തു? ഇവളൊരു വേശ്യാസ്ത്രീയുടെ വേഷം അണിഞ്ഞ് യഹൂദ കച്ചവടത്തിന് പോയ സ്ഥലത്ത് വഴിയരികിൽ കാത്തിരുന്നു. യഹൂദ വരുന്നതിന് നോക്കി. യൂദ അതുവഴി കടന്നപ്പോൾ ഒരു വേശ്യാസ്ത്രീ ഇരിക്കുന്നത് പോലെ തോന്നി. സ്വന്തം മരുമോളാണെന്നറിയാതെ അവളെ വിളിച്ചുകൊണ്ട് പോയി അവളെ പ്രാപിച്ചു. അവൾ ഗർഭിണിയായി. പ്രാപിക്കുന്നതിന് മുമ്പ് അവൾ 3 കാര്യങ്ങൾ യഹൂദയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ഉറപ്പിനായിട്ട്. ആ ഉറപ്പ് എന്തുവാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? മൂടുപടം, വടിമോതിരം, താമാർ വിജയം സമ്പാദിച്ചു. അതായത് മൂടുപടം എന്ന് ഉദ്ദേശിക്കുന്നത് താമാറിന്റെ മൂടുപടമല്ല, യഹൂദയുടെ ഈ കഴുത്തിലിടുന്ന ഒരു തുണിയാണ്. തൈത്തിരിയം എന്നെങ്ങാണ്ട് പറയും. അതിങ്ങി തരാൻ പറഞ്ഞു. യഹൂദ ആദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് പൈസ എത്ര വേണം? വേശ്യാസ്ത്രീയല്ലേ, വേശ്യാവൃത്തിയല്ലേ? എൻ്റെ ആട്ടിൻ കുട്ടികളെ ഞാൻ നിനക്ക് കൊണ്ടുതരാം. ഇപ്പോൾ എൻ്റെ കൈവശമില്ല, ഞാനത് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. താമാർ പറഞ്ഞു, ഞാൻ വേറെ കയ്യിരുന്നോട്ടെ, കൊടുത്തൊക്കെ അയച്ചോ. അതുവരെ 3 സാധനങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു. 1 നിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ കൈത്തിരിയം, 2 നിന്റെ കയ്യിലിരിക്കുന്ന ഊന്നുവടി, 3 നിന്റെ കയ്യിലെ മോതിരം. ഇത് നന്നേക്കാൻ പറഞ്ഞു. യൂദ കൊടുത്തു. എന്നിട്ട് വീട്ടിൽ പോയി. താമാറും വേഷം മാറി വീട്ടിൽ ചെന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ താമാർ ഗർഭിണിയായെന്നറിഞ്ഞ് യൂദ അവളെ കൊന്നുകളയുവാൻ തീരുമാനിക്കും. കൊന്നുകളയും. അപ്പോൾ ഈ സാധനം ഇവിടെ അങ്ങോട്ട് കൊടുത്തു. പറഞ്ഞു, കൊല്ലാനൊക്കെ വരട്ടെ. ആരിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഈ 3 കൂട്ട സാക്ഷ്യപത്രങ്ങൾ എടുത്ത് അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അവൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇനി നിങ്ങൾ പറ, അവൾ ചെയ്തത് ശരിയാണോ? സ്വന്തം അമ്മായപ്പനെ പ്രാപിക്കുന്നത് ശരിയാണോ? അവളെയാണ് പിടിച്ച് വംശാവലിയിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അവൾ എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് നമുക്ക് വൃത്തിയായിട്ട് പിന്നീട് പഠിക്കേണ്ടിയിരിക്കും. എൻ്റെ ഒരു സാരാംശം മാത്രം ഇപ്പം പറയാം. ഇവൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ഈ പാരമ്പര്യം, യഹൂദ പാരമ്പര്യം വരില്ല. അതായത് അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാമോ?
നിന്റെ സന്തതി മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അത് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. നിന്റെ സന്തതികൾ എന്നല്ല, സന്തതി എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സന്തതി, ആ സന്തതി ക്രിസ്തുവായിരുന്നു. അപ്പോൾ ഈ വാഗ്ദത്തം ഓറൽ ട്രഡീഷനായിട്ട് ഇവളുടെ ഉള്ളിൽ കിടക്കുകയാണ്. അന്ന് ഈ ന്യായപ്രമാണമൊന്നുമില്ല. ഇതിങ്ങനെ തലമുറ കൈമാറി ഇവളിങ്ങനെ ഒരു സന്തതിയെ, ഞങ്ങൾക്കൊരു രക്ഷകൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു സന്തതി വരും, അത് ഈ പരമ്പരയിൽ നിന്നാണെന്ന് അവൾക്കറിയാം. അവൾ അത് വിശ്വസിച്ചിരുന്നു. ആ അബ്രഹാമിന്റെ വിശ്വാസം ഏറ്റെടുത്ത ഏക സ്ത്രീയാണ്. യൂദയ്ക്ക് പോലും ഇല്ലായിരുന്നു ആ വിശ്വാസം. അതുകൊണ്ടാണല്ലോ യൂദ ഈ 3 പിള്ളേർ ഈ ശേലയെ കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ ശേലയെ കൊടുക്കത്തില്ലേ? ശേലയെ കൊടുത്തേനെ, കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുക്കാഞ്ഞത് യഹൂദയ്ക്ക് അബ്രഹാമിലുള്ള വിശ്വാസം പോയി. നിന്റെ സന്തതി മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി എന്ന് പറയുന്നത് സന്തതികൾ എന്നല്ല, ഏകനത്രേ അത് ക്രിസ്തുവായിരുന്നു എന്ന് പഠിപ്പിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായ പൗലോസ്ലീഹയാണ് റോമാലേഖനത്തിൽ. ആ സന്തതിയിൽ, അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവളാണ് ഇവർ. ആര്? താമാർ. അപ്പോൾ ഈ വാഗ്ദാനം നിറവേറണം. അതിന് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അവൾ മോഷ്ടിച്ചത് ആ ക്രിസ്തു എന്ന സന്തതിയുടെ ഉറപ്പ്. യൂദായുടെ ഉള്ളിലുള്ള ആ സന്തതി ജനിക്കാതെ പോയാൽ ക്രിസ്തുവിന്റെ പാരമ്പര്യം ഇല്ലാതാവും. ക്രിസ്തു ഇല്ല. ഇത് അവളുടെ ഉള്ളിൽ അവൾ പരിശുദ്ധാത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് ഈ യഹൂദയിൽ നിന്ന് ഈ സന്തതിയെ ജനിപ്പിക്കുവാൻ അവൾ തീരുമാനിക്കുന്നത് അവളുടെ കാമാർത്തി കൊണ്ടല്ല, അബ്രഹാമിന്റെ ദൈവത്തിന്റെ വാക്കിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് താമാർ നീതീകരിക്കപ്പെടുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് ഏകദേശം? ആ വിശ്വാസത്തെ, അതിൻ്റെ ഉറപ്പിന് വേണ്ടി അവൾ വാങ്ങിച്ചതാണ് മൂടുപടം, വടി, മോതിരം. മൂടുപടം, വടിമോതിരമിണയാൽ താമാർ വിജയം അവൾ സമ്പാദിച്ച വിജയം മൂടുപടിയും വടി മോതിരവും ഗർഭിണിയായതൊന്നുമല്ല, കർത്താവിനെയാണ് വിജയം സമ്പാദിച്ചത്. അതുകൊണ്ടാണ് ജന്മത്തിന്റെ പെരുന്നാളിൽ പാടുന്നത് യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൽ താമാർ അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ ഇന്നാർജി. ജനപെരുന്നാളിൽ പാടുകയാണ്. ഇന്നാണ് ആ വിജയശ്രീ പ്രാപിച്ചത്, കർത്താവിന്റെ ജനനത്തോടുകൂടി. അത് മോഹിച്ചതാരാണ്? താമാർ. അപ്പൊ കർത്താവ് ജനിക്കണം എന്ന് മോഹിച്ചത് താമാറാണ്. താമാർ അത് മോഹിച്ചതുകൊണ്ടാണ് യേശുവിന് യൂദയുടെ പാരമ്പര്യത്തിൽ പിറക്കുവാൻ ഇടയായത്. ദാവീദിന്റെ പുത്രനായിട്ട് ജനിക്കണമെങ്കിൽ താമാർ ഈ പണി കാണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ താമാർത്തിക്ക് പോയതല്ല. യഹൂദയുടെ കടിപ്രദേശം, യൂദായിൻ മറവിലമർന്ന എന്ന് പറഞ്ഞാൽ അവന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നു എന്നാണ്. മൽക്കീസേദെക്കിന് അല്ല, അബ്രഹാം മൽക്കീസേദെക്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അപ്പോൾ എബ്രായർ എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന ലേവി മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയും അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി കൊടുത്തതുപോലെ അവന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അതാണ് യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ. വേദശാസ്ത്രം പോകുന്ന പോക്ക് ഉണ്ടോ? അപ്പൊ ഇത്ര ഡെപ്തിൽ കിടക്കുന്ന വേദശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസ സംഹിതയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ച ഒരു സംഗതിയിലല്ല. അവരോടൊന്നും ഇത് ചോദിച്ചാലും പറയില്ല. കാരണം അങ്ങനെ ഡെപ്തായിട്ട് പോകാൻ അറിയില്ല. കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അമ്മായിപ്പനെ പ്രാപിച്ച ഒരു സ്ത്രീയെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? പക്ഷെ പിതാക്കന്മാർ ന്യായീകരിച്ചിരിക്കുന്നു. അവൾ ചെയ്തത് ശരിയായിരുന്നു.
കാമത്തിന് വേണ്ടിയല്ല അവൾ ചെയ്യുന്നത്. കാമത്തിന് വേണ്ടി ചെയ്യാനാണെങ്കിൽ ഈ ശേലയ്ക്ക് വേണ്ടി അവൾ കാത്തിരിക്കത്തില്ല. പിന്നെ 5 വയസ്സുള്ള ചെറുക്കൻ 25 വയസ്സ് വരെ വരുന്നവരെ ഞാൻ നോക്കിയിരിക്കല്ലേ? തലയ്ക്ക് ഭ്രാന്താണ്. വേറെ പോയി കല്യാണം കഴിക്കത്തില്ലേ? അവളുടെ ആഗ്രഹം അബ്രഹാമിന് ദൈവം കൊടുത്ത ഉറപ്പാണ്. അത് നിറവേറാൻ ഈ യഹൂദയുടെ സന്തതിയിൽ കൂടെ പറ്റത്തുള്ളൂ. നിന്നിലുള്ള സന്തതിയിൽ നിന്ന് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. യഹൂദ ഈ സംഗതി വിട്ടുകഴിഞ്ഞാൽ ഇവള് വേറെ പോയി കല്യാണം കഴിക്കും. അപ്പൊ അവളിൽ തന്നെ അത് വേണം. അവൾ മോഹിക്കുകയാണ്. എന്നിൽ കൂടി ആ നിറവേണം. പരിശുദ്ധാത്മാവിന്റെ കൃപാവ്യാപാരത്താൽ അവളിൽ അത് അങ്ങനെ ആയിത്തീർന്നതാണ്. അങ്ങനെയാണ് താമാറിനെ നമ്മൾ ന്യായീകരിക്കുന്നത്. പിന്നീട് വരുന്ന രാഹാബ്, രൂത്ത്, ബത്ശേബ. രാഹാബ് അറിയാം, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവൾ വേശ്യാസ്ത്രീയായിരുന്നു. പട്ടണം മുകളിൽ അവൾ താമസമാക്കിയിരുന്നു. യോശുവയെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ ആ ഒറ്റുകാരെ സഹായിച്ചത് രാഹാബാണ്. അവൾ ഒരു ചുമന്ന കൊടി നാട്ടി അടയാളമായിട്ട് നിർത്തി. ആ ചുമന്ന കൊടി പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് കർത്താവിൻ്റെ രക്തമാണ്. അവളെ ഈ അംശവാലിയിൽ കെട്ടാതിരിക്കാൻ പറ്റൂ? 3 രൂത്ത് ഇതുപോലൊരു കേസാണ്. വീണ്ടെടുപ്പുകാരെന്നും പറഞ്ഞുകൊണ്ട് വേറെ ജാതിക്കാരൻ്റെ പുതപ്പിനിടെ പോയി കിടന്നു. രൂത്ത് പിന്നെ മാന്യനല്ല, ബോവാസ് പിന്നെ മാന്യനായതുകൊണ്ട് പറഞ്ഞു, മോളെ എന്താ ഇവിടെ കിടക്കുന്നത്, എണീ പോകാൻ പറഞ്ഞു. പിന്നീട് മുറപ്രകാരം ബോവാസിന്റെ ഭാര്യയായി തീർന്ന് കർത്താവിൻ്റെ ഈ വംശാവലിക്ക് കാരണമായി തീർന്ന ആളാണ് രൂത്ത്. വേശ്യയാണ്. വേശ്യെന്നല്ല, നല്ല സ്വഭാവം ഉണ്ടായിരുന്നില്ല ആദ്യം. കാരണം ഈ കാണിച്ചത് നല്ലതല്ലല്ലോ. സ്വഭാവമൊക്കെ നല്ലതാണ്, അമ്മായിമ്മയെ സ്നേഹിച്ച ആളാണ്. പക്ഷെ കാണിച്ചത് തിന്മയാണ്. പക്ഷെ ആ തിന്മയിൽ ആ തിന്മ കാണിക്കുവാൻ വേണ്ടിയല്ല, ചില ദൈവിക നടപടികൾ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ചിലതിങ്ങനെ ആയിത്തീർന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് കാരണക്കാരിയായത് രൂത്താണ്. പിന്നെ ബത്ശേബ പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ? നമ്മൾ വിചാരിക്കും ബത്ശേബ വലിയ പുണ്യവതിയാണ്, ദാവീദ് വിളിച്ചുകൊണ്ട് പോയതാണ്. പോയതെന്തിനാണ് നീ? ദാവീദ് മാളികപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ ഇവള് നിന്ന് കുളിക്കുന്നത് കണ്ടു. ദാവീദ് വിളിപ്പിച്ചു. ഭർത്താവ് വീട്ടിൽ നമുക്കറിയാം. പോകാമോ? ഭർത്താവ് വീട്ടിലില്ല രാജാവേ എന്ന് പറഞ്ഞാൽ രാജാവ് കയറി ആക്രമിക്കത്തൊന്നുമില്ല. പക്ഷെ അങ്ങ് പോയി കൊടുത്തു. ദാവീദിന്റെ ഭാര്യയായി ശലോമോന് ജന്മം കൊടുത്തു. ഈ ശലോമോൻ ഈ ബത്ശേബയാണ് ആദ്യമായിട്ട് രാജ്ഞിയായിട്ട് അരമനയിൽ വാഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുവരെ രാജ്ഞിയായിരുന്ന ആൾ രാജാവിൻ്റെ ഭാര്യയാണ്. എന്ന് മുതൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അതൊക്കെ പിന്നീട് പഠിക്കാം. ആ സംഭവത്തിൻ്റെ അന്ന് മുതൽ ശലോമോന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അമ്മയ്ക്ക് സ്ഥാനം. കർത്താവിൻ്റെ മാതാവ് സ്വർഗീയ രാജ്ഞിയായിട്ട് സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നുവെന്ന് 45-ാം സങ്കീർത്തനത്തിൽ പാടുന്നതിന്റെ കാരണക്കാരി ബത്ശേബ. അങ്ങനെ ഈ 4 സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വംശാവലി എഴുതിയിരിക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് ഈ കാര്യത്തിൽ. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും, നിങ്ങളുടെ തലയിലൊന്നും നിൽക്കുകയില്ല. അതായത് ഈ ജീനിയോളജി മത്തായിയുടെ സുവിശേഷം പഠിക്കുന്നതിന് മുമ്പ് ഈ ഉൽപ്പത്തി മുതലുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ? ഉൽപ്പത്തി മുതൽ കർത്താവിൻ്റെ ജനനം വരെയുള്ള ഒരു ടൈം പീരീഡ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ സൃഷ്ടി മുതൽ ഫ്ലഡ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 2300 BC-ക്ക് മുൻപാണ്. ഈ 2300 മുതൽ 2000 അല്ലെങ്കിൽ 1000 സംതിങ് വരെ അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഗോത്രപിതാക്കന്മാർ അല്ലെങ്കിൽ ഫ്ലഡിന്റെ ഇങ്ങനെയുള്ള ആ ടൈമിങ് നമുക്കൊന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കും. അത് നമുക്ക് അടുത്ത സെഷനിലേക്ക് പഠിക്കാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ഈ ധ്യാനചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. ബൈബിൾ പഠിക്കുന്നതും ധ്യാനമാണ്. ധ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്ക് വേറൊരു തലത്തിലുള്ള ഒരു ധ്യാന പ്രസംഗം പോലെയല്ലേ.
ഇത് അറിയുന്നതും പഠിക്കുന്നത്. ഇപ്പം താമാറിനെ പറ്റി നമ്മൾ അറിഞ്ഞല്ലേ, അത് അറിയണം. നമ്മുടെ ധ്യാനത്തിനെ വർദ്ധിപ്പിക്കുക. ഇതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം വർദ്ധിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്മേൽ വരണം. ഇതിലും കവിഞ്ഞു നിൽക്കണം ക്രിസ്തുവിനോടുള്ള സ്നേഹം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്. പൗലോസ്ലീഹയുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന അവിടെ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് എടുത്താൽ നമുക്കതൊന്ന് വായിച്ചിട്ട് ഈ ധ്യാനം അവസാനിപ്പിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി നീളവും വീതിയും ഉയരവും ആഴവും എന്താവെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും ആക്കി പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹയുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ ഒരൊറ്റ പ്രാർത്ഥന തന്നെ ഞാൻ 3 ദിവസം അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഈ അകത്തെ മനുഷ്യനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഈ പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യം ഇതിനെ കവിയുന്നതാണ് ക്രിസ്തുവിനേക്കുള്ള സ്നേഹം. അപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ പരിജ്ഞാനം നിറയണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ധ്യാനമാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ നിറവിനോളം നിറഞ്ഞു വന്നാൽ പിന്നെ അടുത്ത വചനം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്നവന് വ്യാപാര ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും തലമുറയോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തോപരിയായി നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് സാധനയ്ക്ക് വരും. പക്ഷെ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം വർദ്ധിക്കണം. ഈ പരിജ്ഞാനത്തിൽ നിൽക്കരുത്. ഇപ്പൊ എനിക്കെല്ലാം ഇതൊക്കെ അറിയാം. പലർക്കും പറ്റുന്ന ഒരു സംഗതിയാണിത്. ഇത് വലിയൊരു അപകടമാണ്. അറിവ് ഇങ്ങോട്ട് വർദ്ധിച്ചിട്ട് ഇതങ്ങോട്ട് ചീർക്കും നമ്മളങ്ങോട്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. വേദശാസ്ത്രജ്ഞന്മാർക്ക് പറ്റുന്ന വലിയൊരു അപകടമാണ്. അറിവ് വർദ്ധിക്കുന്നതോറും എനിക്കിതാ ഉള്ളാതെ ഈ സംഭവമൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നു, അങ്ങ് ചീർക്കുക. അങ്ങനെ ചീർത്ത് കഴിഞ്ഞാൽ പിശാച് അവിടെ അഹന്ത വിളമ്പും. പിന്നെ ഞാനാണ് എല്ലാം അങ്ങോട്ട് തോന്നും. എന്നെ ഇനി ആരും പഠിപ്പിക്കുകയും വേണ്ട, ഉപദേശിക്കുകയും വേണ്ട, എനിക്കെല്ലാം അറിയാം. അതിനും വചനം കണ്ടുപിടിക്കും. ആത്മീയനെ ആരും ഉപദേശിക്കേണ്ട കാര്യമല്ല, താൻ ആരാലും ഉപദേശിക്കപ്പെടുന്നതും ഇല്ല എന്നൊക്കെ വചനം കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ഇത് വർദ്ധിക്കും. അവിടെ സ്നേഹം താന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണമെന്നും അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി. ആ ദൈവരാജ്യത്തിൻ്റെ വലിപ്പമാണ് പറയുന്നത്. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. അപ്പോൾ നമുക്ക് ചോദിക്കുന്നതിന് നിൽക്കുന്നതിന് ഉപരിയായി നമുക്കെല്ലാം കിട്ടും. അപ്പോൾ നമുക്കിന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ജീസസ് പ്രയറിലേക്ക് പ്രവേശിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ജീസസ് പ്രയർ എന്ന് പറയുന്നത് ഒരു ഹയർ ലെവലിലുള്ള പ്രയറാണ്. നമുക്ക് ചിലപ്പോൾ അതങ്ങോട്ട് ദഹിച്ചെന്ന് വരത്തില്ല. എന്താ ഇങ്ങനെ ഒരു മുഷിപ്പ് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ഈ മുഷിപ്പ് മാറാൻ. ഇത് മുഷിപ്പുണ്ടാവുന്നത് നമ്മൾ ആ തലത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവന് ട്രിഗ്നോമെട്രിയുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇട്ട് കൊടുത്താൽ അവനിത് പറ്റില്ല, അത് മുഷിപ്പാണ്, നിങ്ങളാരും ചെയ്യാൻ പറയും. അതേസമയം അവന് കൂട്ടാനും കുടിക്കാനുള്ള ഒരു സൊല്യൂഷൻ കൊടുത്തു നോക്കി അവൻ ചെയ്തു തരും. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൊടുത്തു നോക്കി അവൻ സൊല്യൂഷൻ ചെയ്തു തരും, അല്ലേ? അതവന് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ ഓർത്തഡോക്സിയിൽ ഇത് വർദ്ധിച്ച് വളർന്ന് ഉയരത്തിലെത്തണം പതിയെ പതിയെ. ഇപ്പോൾ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാനൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കുറിയലായിസോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മുറിവിലേക്കൊന്ന് ഇറങ്ങണം. ഈ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ തന്നെ കാണും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വിശുദ്ധന്റെ വെളിപാടിനെ പറ്റി ഞാൻ വായിച്ചു. അതായത് കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കിയിട്ട് അടക്കുന്ന വരെയുള്ള സമയത്തെ സംഭവങ്ങൾ അദ്ദേഹത്തിന് ദൈവം ഒരു വെളിച്ചം പോലെ കൊടുത്ത് അദ്ദേഹം വിവരിച്ചിരിക്കുകയാണ്. മാതാവ് പകുതി മുട്ടുപൊക്കി തല
കർത്താവിൻ്റെ തല മാതാവിൻ്റെ മുട്ടിന്മേൽ വെച്ചിട്ട് ആ കണ്ണിനകത്ത് നിറഞ്ഞ് വീണ് കിടന്നിരുന്ന രക്തക്കറകൾ വെള്ളമൊഴിച്ച് തുടച്ചു മാറ്റുന്ന രംഗമൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഓടി നടക്കുകയാണ് വെള്ളം കൊണ്ടുവരാൻ. കാരണം ഇത് പെട്ടെന്ന് തീർക്കണം, ഇത് എംബാം ചെയ്യണം, മുറിവുകൾ ഓരോന്ന് കഴുകി. ഒരമ്മയാണെന്ന് ഓർക്കണം, ഒരമ്മയാണ് ഈ വിലാവെല്ലാം കഴുകി വൃത്തിയാക്കി അവനെ ഞാൻ പറയുന്നില്ല. അപ്പം അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കർത്താവേ ഞങ്ങളോട് കരുണയണമേ എന്ന് പറയുമ്പോൾ ഈ ആണി തറച്ചിറക്കിയതും വിലാവും ഒക്കെ ഓർത്തിരുന്നാൽ നമ്മുടെ ദുഃഖം എന്താണുള്ളത്. നമുക്ക് ജീസസ് പ്രേയറിലേക്ക് പ്രവേശിക്കാം. മുട്ടയിൽ നിൽക്കുവാൻ പറ്റുന്നവർക്ക് മുട്ടയിൽ നിൽക്കാം, അല്ലാത്തവർക്ക് ശരിയിൽ തന്നെ ഇരുന്നാൽ മതിയാവും. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ദാവീദ് പുത്ര,
പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ.